കൊറിയയിലെ കുയി ലിൻ എന്ന പേരുള്ള ഒരു കൊലയാളി. അവൻ്റെ യഥാർത്ഥ പേര് കുയി ലിൻ എന്നാണെങ്കിലും നമുക്ക് അവനെ പാർക്ക് എന്ന് വിളിക്കാം. അവനൊരു കൊടൂര കൊലയാളിയാണ്. കൊല്ലാനായൊരു കൊട്ടേഷൻ കൊടുത്താൽ അവൻ 10ഉം 20ഉം ആളുകളെ കൊന്നുവരും. അങ്ങനെയാണെങ്കിൽ ഒരാളെ കൊല്ലാനൊന്നും അവന് തീരെ കുഴപ്പമില്ല, വലിയ പ്രശ്നമുള്ള കാര്യമല്ല. എന്നാൽ അവൻ്റെ യൗവന കാലഘട്ടത്തിലാണ് അവന് ക്യാൻസർ ബാധിച്ചു എന്നുള്ള കാര്യം അവൻ അറിയുന്നത്. പിന്നെ എന്തായിരിക്കും സംഭവിക്കുക? പിന്നെ ഒരു കാര്യം പറയട്ടെ, ഈ സിനിമ തുടങ്ങുമ്പോൾ തന്നെ ഒരു ത്രില്ലർ സിനിമയാണെന്നായിരിക്കും നമ്മൾ വിചാരിക്കുക. എന്നാൽ കുറച്ച് കഴിയും നേരം സിനിമയുടെ മട്ടും ഭാവവും എല്ലാം മാറി മറ്റൊരു രീതിയിലേക്ക് മാറും. എന്നാൽ അവസാനിക്കുന്ന നേരം സിനിമ നമ്മൾക്ക് ഇഷ്ടാവുകയും ചെയ്യും. അതുപോലൊരു സിനിമയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. സിനിമ അവസാനിക്കുന്ന നേരം നമ്മളെ പല പല കാര്യങ്ങൾ ചിന്തിക്കും. നമ്മൾ ഇത്രയും കാലം ഈ ഒരു ഭൂമിയിൽ ഉണ്ടായിട്ട് നമ്മൾ എങ്ങനെ ജീവിച്ചു, എത്ര നല്ല കാര്യങ്ങൾ ചെയ്തു, അതെല്ലാം നമ്മുടെ മനസ്സിലേക്ക് എത്തും. ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് സിനിമ കാണുമ്പോഴാണ് നമുക്ക് എന്തായാലും മനസ്സിലാവുക. അവസാനം വരെ കണ്ടാലേ ഈ ഒരു കാര്യം കൃത്യമായി നമ്മുടെ ഉള്ളിലേക്ക് എത്തൂ. എന്നാൽ പിന്നെ നമുക്ക് 2023 റിലീസ് ചെയ്ത ദ പിഗ്, ദ സ്നേക്ക് ആൻഡ് ദ പീജിയൻ എന്ന സിനിമയുടെ കഥ കേൾക്കാം. സിനിമ തുടങ്ങുമ്പോൾ തന്നെ കൊറിയയിൽ വലിയൊരു ഡോൺ മരിയെന്നാണ് കാണുന്നത്. ഒരു ഡോൺ മരിച്ചതായതുകൊണ്ട് തന്നെ വലിയ മരണച്ചടങ്ങുകളാണ് ഇനി അങ്ങോട്ട് നടക്കാനായി പോകുന്നത്. അതുകൊണ്ട് തന്നെ അവിടേക്ക് വലിയ വലിയ ഗുണ്ടായസക്കാരും പിടികിട്ടാ പുള്ളികളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ഒരു അവസ്ഥ ആയതുകൊണ്ട് തന്നെ അവിടെ വലിയ പോലീസുകാരുടെ ഒരു സേനയും വന്നിട്ടുണ്ട്. ഇപ്പോഴീ സ്ലോ മോഷനിൽ വന്നുകൊണ്ടിരിക്കുന്ന പോലീസുകാരനാണ് അവിടെ നിൽക്കുന്ന പടയുടെ നേതാവ്. അങ്ങേരിപ്പ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് കാര്യമായിട്ട് ഒരു പിടികിട്ടാ പുള്ളിയെ കണ്ടുപിടിക്കാനാണ്. അവൻ ഇങ്ങോട്ട് വന്നാൽ അപ്പ പിടിക്കും. ഇതേ സമയം ആ ചടങ്ങിൽ പങ്കെടുക്കാനായി വന്ന ഒരു മഞ്ഞ മുടിയനെ, അവൻ്റെ മുടിയുടെ പിന്നിൽ കുറച്ച് മഞ്ഞയുണ്ട്, അതുകൊണ്ടാണ് അവനെ മഞ്ഞ മുടിയൻ എന്ന് വിളിച്ചത്. എന്തായാലും അവനൊരു ബിഗിനർ ഗുണ്ടയാണ്, ഒരു തുടക്കക്കാരനാണ്. അതുകൊണ്ട് തന്നെ നടപടി ചട്ടങ്ങളൊന്നും അവനറിയില്ല. അതുകൊണ്ട് തന്നെ കാണുന്നവരോടെല്ലാവരോടും അവനങ്ങ് കയറി ഇടപെടും, കയറി അങ്ങ് സംസാരിക്കും. അങ്ങനെയാണ് അവിടേക്ക് പങ്കെടുക്കാനായി വന്ന ഒരു ഹാഫ് മൊട്ടത്തലയനുമായി അവൻ സംസാരിക്കുന്നത്. മഞ്ഞമുടിയൻ പറയും, ഇന്നിങ്ങോട്ട് അയൺ ഹെഡ് എന്ന് പേരുള്ള ഒരു വലിയ ഡോൺ വരാനുണ്ട്. എന്നാൽ അങ്ങേരെ കൊല്ലാനായി കുയിലിൻ എന്ന് പേരുള്ള ഒരുത്തനും ഇങ്ങോട്ട് വരുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ ഈ ഹാഫ് മൊട്ടക്ക് കുയിലിനെ കുറിച്ച് അറിയില്ല, അതായത് പാർക്കിനെ കുറിച്ച് അറിയില്ല. ഈ കുയിലിനും പാർക്കും ഒരാൾ തന്നെയാണ്, അത് മറക്കണ്ട. എന്തായാലും ആ പാർക്കിനെ കുറിച്ച് മഞ്ഞമുടിയനാണ് പറഞ്ഞു കൊടുക്കുക. ചാങ് എന്ന പേരുള്ള ഒരു ഗ്യാങ്സ്റ്റർ അങ്ങേർക്ക് മറ്റൊരു ഗ്യാങ്സ്റ്ററിന്റെ കാസിനോയിൽ വെച്ച് കുറച്ച് കാശടിച്ചു, ലോട്ടറി പോലെ കുറച്ച് കാശടിച്ചു. എന്നാൽ ആ ഗ്യാങ്സ്റ്റർ ഈ ചാങ് എന്ന് പറഞ്ഞ ഗ്യാങ്സ്റ്റർക്ക് ആ കാശ് കൊടുത്തില്ല. ഈ ഒരു അവസ്ഥ ആയതുകൊണ്ട് തന്നെ ചാങ് എന്ന ഗ്യാങ്സ്റ്റർ കുയിലിനോട് ആ കാശ് കൊണ്ടുവരാനായി പറഞ്ഞു. അങ്ങനെ ആ കാശ് വാങ്ങാനായി പോയ കുയിലിൻ അവിടെ നിന്ന് ആ കാശ് വാങ്ങിച്ചെടുക്കുകയും ആ ഒരു കാസിനോ തന്നെ ബോംബിട്ട് തകർക്കുകയും ചെയ്തു. തിരികെ വരുന്നതിന് മുന്നേ ആ ഗ്യാങ്സ്റ്ററെ ഷൂട്ട് ചെയ്ത് കൊന്നിട്ടാണ് അവൻ വന്നിട്ടുള്ളത്. ഈ സമയമാണ് ആ ഹാഫ് മുട്ടയുടെ ഫോണിലേക്ക് അവൻ്റെ അമ്മൂമ്മ വിളിക്കുന്നത്. അമ്മൂമ്മയെന്ന് പറഞ്ഞാൽ അവന് ജീവനാണ്, അതുകൊണ്ട് തന്നെ സംസാരിക്കും. അമ്മൂമ്മ, നിങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ തന്നെ ഇരിക്കും, ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാശ് അയച്ചിട്ടുണ്ട്, അത് കയ്യിൽ വെച്ചോളൂ. ഞാൻ ഇനി കുറച്ച് കാലം കഴിഞ്ഞിട്ടേ തിരിച്ചങ്ങോട്ട് വരാനായി പോകുന്നുള്ളൂ, എനിക്ക് മറ്റൊരു രാജ്യത്തേക്ക് പോകാനുണ്ട്. എന്നാൽ ഈ കാര്യം കേൾക്കുന്ന ആ മഞ്ഞമുടിയൻ പറയും, എൻ്റെ പേര് ഗോൾഡി എന്നാണ്, എന്തായാലും നിങ്ങളുടെ കൂടെ ആ രാജ്യത്തേക്ക് ഞാനും വന്നോട്ടെ, എനിക്കും കുറച്ച് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പഠിക്കാലോ. ഈ സമയമാണ് അങ്ങോട്ട് ആ അയൺ ഹെഡ് വരുന്നത്. അന്നേരം ഹാഫ് മൊട്ട ആ മഞ്ഞുമുടിയനോട് പറയും, നീ ഇത്രയും നേരം പറഞ്ഞ ആ കുയിലിൻ ഇല്ലേ, അത് ഞാനാണ്. എൻ്റെ മുഴുവൻ പേര് പാർക്ക് കുയിലിൻ. എല്ലാവരും എന്നെ കുയിലിൻ കിഡ് എന്നാണ് വിളിക്കുന്നത്. ആ ഒരു പേര് എനിക്ക് ഇഷ്ടമല്ല, നീ എൻ്റെ യഥാർത്ഥ പേര് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ നേരെ ആ അയൺ ഹെഡിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. ആൾക്കാരുടെ ഇടയിൽ വെച്ച് അയൺ ഹെഡ് അവനെ കണ്ടു. എന്നാൽ അപ്പോഴേക്ക് അയൺ ഹെഡിനെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. എല്ലാവരും പേടിച്ച് നിൽക്കുന്നതിൻ്റെ ഇടയിൽ അവൻ അങ്ങേരെ വന്ന് ഷൂട്ട് ചെയ്ത് കൊന്നയാളെ പിന്നെയും കൊന്നോണ്ടിരിക്കുക. അങ്ങനെ ഗണ്ണ് ഒഴിവാക്കി നേരെ പുറത്തേക്ക് ഇറങ്ങി ചെല്ലും നേരം അവിടെ നേരത്തെ കണ്ട പോലീസ് പടയില്ലായിരുന്നോ, അവരവനെ നോക്കിയിരിക്കുകയായിരുന്നു. അവനെ കാണുമ്പോൾ തന്നെ തൊട്ടു പിന്നാലെ ഓടിച്ചെല്ലും. എന്നാൽ കാണുന്ന വഴി കൂടെ എല്ലാം ആ കുയിലിൻ ഓടിക്കൊണ്ടിരിക്കുക, പാർക്ക് ഓടിക്കൊണ്ടിരിക്കുക. അവനെ പിടിക്കാനായി പോലീസുകാർ തൊട്ടു മുന്നിലേക്ക് എത്തുന്നുണ്ടെങ്കിലും ഒരൊറ്റ ഇടിക്ക് അവരെല്ലാവരും തെറിച്ച് വീണ് പോവാണ്. എന്നാൽ തൊട്ടു പിന്നാലെ പോലീസ് ഹെഡ് അവനെ വിടില്ല. വഴിയിൽ വെച്ച് അങ്ങേര് അവനെ പിടിക്കും. എന്നാൽ കുയിലിന് അങ്ങേരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാനായി പറ്റില്ല. അങ്ങേര് കുറച്ചുകൂടെ സ്ട്രോങ് ആണ്. എന്നാൽ അങ്ങേരെയും തട്ടി മാറ്റി അവൻ ബിൽഡിങ്ങിന്റെ ഏറ്റവും മേലേക്ക് ഓടി വരും. തൊട്ടു പിന്നാലെ അങ്ങേര് ഓടി വരുന്നേരം താഴെ കാണുന്ന ഒരു ഹോളിലേക്ക്, ഹോളല്ല ബിൽഡിങ്ങിന്റെ താഴ്ചയിലേക്ക് അവൻ ഒരൊറ്റ ചാട്ടാണ്. അങ്ങേരും കൂടെ ഒന്നും നോക്കാതെ പിന്നാലെ ചാടും. താഴേക്ക് വീഴുന്നവർക്ക് നല്ലപോലെ വേദനിക്കും. അവിടെ ഇവിടെയെല്ലാം തട്ടിയാണ് വീണിരിക്കുന്നത്. പോലീസുകാരൻ്റെ കയ്യിൽ ശരിക്ക് ഗണ്ണുണ്ട്. എന്നാൽ ഷൂട്ട് ചെയ്ത് അവനെ പിടിക്കാനായി പറ്റില്ല, അവനെ ജീവനോടെ തന്നെ വേണം. പക്ഷെ അവനതിന് വിട്ടുകൊടുക്കുന്നില്ല. അങ്ങനെ രണ്ടുപേരും പൊരിഞ്ഞ സംഘട്ടനം. എന്നാൽ അതിൻ്റെ ഇടയിലാണ് അവിടെ വെച്ചിരുന്നൊരു പാത്രത്തിന്റെ കൂർത്ത മുനമ്പ് കുയിലിൻ കാണുന്നത്. അവൻ ആ പോലീസുകാരൻ്റെ തല പിടിച്ച് അതിലേക്ക് ഒരൊറ്റ അടിയാണ്. എന്നാൽ ആ കൂർപ്പ് കയറിയിരിക്കുന്നത് പോലീസുകാരൻ്റെ കണ്ണിലേക്കാണ്. അങ്ങേര് താഴെ വീണ് കിടക്കുക. ആ ഗ്യാപ്പിൽ അങ്ങേര് ഗണ്ണെടുത്ത് അവനെ ഷൂട്ട് ചെയ്യാനായി നോക്കുന്നുണ്ടെങ്കിലും അവൻ അതിനെല്ലാം മാറിക്കളഞ്ഞ് അങ്ങേരെ പിടിച്ച് താഴെയിട്ട് അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. എന്നാലും പോലീസുകാരുടെ പട അവൻ്റെ തൊട്ടു പിന്നാലെ ഓടുന്നുണ്ടെങ്കിലും അവനെ പിടിക്കാനായി പറ്റില്ല. അവനങ്ങനെ ദൂരേക്ക് ഓടി മറയും. തൊട്ടു പിന്നാലെ നമ്മുടെ പോലീസുകാരനും ചെല്ലുന്നുണ്ട്. എന്നാൽ അങ്ങേർക്കും അവനെ പിടിക്കാൻ പറ്റാത്ത അവസ്ഥയിലായി. അങ്ങനെ ഇപ്പം 4 വർഷങ്ങൾക്ക് ശേഷം കുയിലിനെയാണ് നമ്മൾ കാണുന്നത്, അതായത് പാർക്കിനെ. അവനിപ്പോൾ ഒളിച്ച് ജീവിക്കുകയാണ്. താടിയും മീശയെല്ലാം വന്ന് ആളെ മനസ്സിലാക്കാനായി ഇപ്പോൾ കുറച്ച് പാടാണ്. അങ്ങനെ ഏതോ ഒരു വീട്ടിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. ഇങ്ങനെയൊക്കെ റൗഡിയായുള്ള അവസ്ഥ ഇതായിരുന്നു.
വിചാരിക്കും ഇങ്ങനെ ഒളിച്ചൊക്കെ ജീവിക്കേണ്ടി വരും, അതുകൊണ്ടാണ് ആരും റൗഡിയാവാനായി നിൽക്കാതെ. ഈ സമയത്താണ് ഒരു ഡോക്ടർ അവനെ വിളിച്ച് പറയുന്നത്, നിന്റെ അമ്മൂമ്മയുടെ അവസ്ഥ വളരെ മോശമായി വന്നിട്ടുണ്ട്, നീ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് വായോന്ന്. അങ്ങനെ പാർക്ക് നേരെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോഴാണ് മനസ്സിലാവുന്നത് അമ്മൂമ്മക്ക് ശ്വാസകോശത്തിൽ ട്യൂമറാണ്. അത് ചികിത്സിച്ച് മാറ്റിയെടുത്താലും പിന്നെയും ജീവിക്കാനായി പറ്റുമോ എന്ന് ഉറപ്പില്ല, പറയാൻ പറ്റില്ല. പാർക്കിനാണെങ്കിൽ ഡോക്ടേഴ്സിന്റെ അടുത്തേക്ക് ചെല്ലാനായി പറ്റിയില്ല. അവൻ ഒളിവിലാണല്ലോ ഇപ്പൊ ജീവിക്കുന്നത്, അവന്റെ ഐഡന്റിറ്റി ഒന്നും പുറത്തു പറയാനായി പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഡോക്ടറാണ് അവന് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നത്. പുറത്തു വരുന്ന ഡോക്ടർ അവനോട് പറയാതെ പറയും, നീ മുത്തശ്ശിയെ നോക്കുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്, നിനക്ക് ഈ അവസ്ഥയിൽ ഇനി അവരെ നോക്കാനായി പറ്റില്ല, നീ അവരെ ബുദ്ധിമുട്ടിക്കുന്നതിന് തുല്യമാണത്. ഡോക്ടർ പറഞ്ഞു വരുന്നത് മുത്തശ്ശിയെ മരണത്തിന് വിട്ടുകൊടുക്കാമെന്നാണ്. പാർക്കിനും അത് ഏറെക്കുറെ ശരിയാണെന്ന് തോന്നും, ശരിക്കും തോന്നില്ല. പക്ഷേ ഈ ഒരു അവസ്ഥയിൽ അവൻ അങ്ങനെ തന്നെയാണ് വിചാരിക്കുക. പക്ഷേ ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവന് കരച്ചിൽ നിർത്താനായി പറ്റില്ല. അവന് മുത്തശ്ശിയെ തിരികെ വേണമെന്നുണ്ട്, പക്ഷെ അവന്റെ അവസ്ഥ ഇതായി പോയില്ലേ. അന്ന് രാത്രി അവൻ ആ ഡോക്ടറെ കാണാനായി ചെല്ലും. അവൻ എല്ലാ മാസവും മുത്തശ്ശിക്ക് കാശ് അയച്ചു കൊടുക്കാറില്ലായിരുന്നോ, അതാ ഡോക്ടറായിരുന്നു കൊണ്ടുചെന്ന് കൊടുക്കാറ്. പക്ഷെ ഇപ്പോഴാണ് അവനൊരു കാര്യം മനസ്സിലാവുന്നത്, മുത്തശ്ശി ആ കാശിൽ നിന്ന് കഴിഞ്ഞ വർഷം പാർക്കിന്റെ ബർത്ത്ഡേക്ക് ഒരു വാച്ച് വാങ്ങാനല്ലാതെ അതിൽ നിന്നൊരു തുള്ളി പോലും കാശ് എടുത്തിട്ടില്ല. ആ വാച്ച് കുട്ടികൾക്കുള്ളൊരു വാച്ചാണ്. പാർക്ക് എത്രയൊക്കെ വലുതായെന്ന് പറഞ്ഞാലും അവന്റെ മുത്തശ്ശിക്ക് അവൻ എപ്പോഴും ഒരു കുട്ടിയാണല്ലോ. അതുകൊണ്ട് തന്നെ അവൻ ആ വാച്ച് എടുത്ത് കയ്യിൽ കെട്ടും. അപ്പോഴാണ് ഡോക്ടർ മറ്റൊരു കാര്യം കൂടെ പറയുന്നത്, പാർക്കിനിപ്പോൾ ക്യാൻസർ ബാധിച്ചിരിക്കുകയാണ്, അതും ലങ് ക്യാൻസർ. ചികിത്സിക്കാനായി എന്തെങ്കിലും വഴിയുണ്ടോയെന്ന് ചോദിക്കുമ്പോഴാണ് മനസ്സിലാവുക അതിപ്പോൾ 4th സ്റ്റേജിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചികിത്സിച്ചിട്ടും കാര്യമില്ല, എന്തായാലും മരിക്കും. ഇനി വെറും 6 മാസം കൂടെ പാർക്കിന് ആയുസുള്ളൂ. അതുകൊണ്ട് തന്നെ ഡോക്ടർ പറയും, ഇനി എന്തായാലും നീ പോലീസിന് പിടികൊടുക്ക്. വരുന്ന 3ാമത്തെ മാസം മുതൽ നിനക്ക് വേദനയൊട്ടും സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലെത്തും. അതുകൊണ്ട് മരിക്കുന്നവരെ കൂടുതൽ വേദന ഒന്നും സഹിക്കാതെ മരിക്കണമെന്നുണ്ടെങ്കിൽ നീ പോലീസിന് പിടികൊടുത്തേ പറ്റൂ. അവനാണ് ഇപ്പം നല്ലപോലെ ചുമക്കുന്നുണ്ട്. ഡോക്ടർ സിഗരറ്റ് വലിക്കരുതെന്ന് പറയുന്നുണ്ടെങ്കിലും അവനത് കേൾക്കില്ല, പിന്നെ വലിച്ചോണ്ടിരിക്കുക. എന്തായാലും മരിക്കാൻ പോവല്ലേ, ഇങ്ങനെ ചെയ്തില്ലേല് മാറ്റമൊന്നും ഉണ്ടാവില്ലല്ലോ എന്നാണ് അവൻ ചോദിക്കുന്നത്. പോകുന്ന വഴിക്ക് അവൻ പോലീസിന് പിടികൊടുക്കാനായി വിചാരിക്കുന്നുണ്ടെങ്കിലും പിന്നെ അവൻ വേണ്ടാന്ന് വെക്കും. അവൻ അങ്ങനെ അവിടുന്ന് പോകും. തിരികെ റൂമിലെത്തിയാലും അവസ്ഥ വളരെ മോശമാണ്, നല്ലപോലെ ചുമക്കുന്നുണ്ട്. എത്രയൊക്കെ മരുന്ന് കഴിച്ചാലും അതിനൊന്നും ഒരു മാറ്റമില്ല. ഈ ഒരു സമയത്താണ് നമ്മൾ 4 വർഷങ്ങൾക്ക് മുന്നേ കണ്ടിരുന്ന ആ പോലീസുകാരനില്ലായിരുന്നോ കണ്ണിന് പരിക്ക് പറ്റിയ ആ പോലീസുകാരൻ ആ ഡോക്ടറുടെ അടുത്തേക്ക് ചെല്ലുന്നത്. പാർക്കിന്റെ മുത്തശ്ശിയെ ചികിത്സിക്കുന്ന കോൺട്രാക്റ്റ് ആയിരുന്നു ആ ഡോക്ടർക്ക് ഇത്രയും കാലം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പോലീസുകാരൻ ചോദിക്കും, ആ മുത്തശ്ശിക്ക് ഒരു പേരക്കുട്ടിയുണ്ട്, അവന്റെ പേര് പാർക്ക്, അവനെ നിങ്ങൾക്ക് അറിയോന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ അറിയില്ല എന്നാണ് പറയാ. ഈ ഡോക്ടർ പല ആളുകളുടെയും അസുഖങ്ങൾ ഇതുപോലെ കോൺട്രാക്റ്റ് എടുത്ത് ചികിത്സിക്കാറുണ്ട്, അവരുടെ വീട്ടിൽ പോയിട്ട് പരിചരിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ വീട്ടുകാരെ കുറിച്ച് അറിയണമെന്നില്ലല്ലോ, ആ ഒരു രീതിയിലാണ് ഡോക്ടർ നിൽക്കുന്നത്. ഈ സമയം പാർക്കാണേൽ അവന്റെ ഏറ്റവും പ്രിയപ്പെട്ട ദൈവം വിശുദ്ധ ചക്രവർത്തി ഗുവാനോട് പ്രാർത്ഥിക്കുകയാണ്, അങ്ങേരോട് ചോദിക്കുകയാണ്, ഞാൻ പോലീസിൽ പിടികൊടുക്കണമെന്നാണ് അങ്ങ് ആഗ്രഹിക്കുന്നതെങ്കിൽ എനിക്കൊരു സൈൻ കാണിച്ചു തരുമോ, ഒരടയാളം കാണിച്ചു തരുമോ എന്ന് ചോദിച്ച് എന്തോ 2 കല്ലുകൾ താഴേക്ക് ഇടുകയാണ്. അങ്ങനെ എത്ര തവണ ഇട്ട് നോക്കിയാലും നീ പിടികൊടുക്കണമെന്നാണ് അങ്ങേര് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവൻ ആ ഒരു കാര്യം തീരുമാനിച്ചു, പോലീസിൽ പിടികൊടുക്കുക. പിറ്റേ ദിവസം പോലീസിലെ ഒരു പ്രത്യേക വിഭാഗത്തിലേക്ക് പിടികൊടുക്കാനായി അവൻ ചെല്ലുമ്പോഴാണ് മനസ്സിലാവുന്നത് അവിടേക്കൊരു പടയാളുകൾ പിടികൊടുക്കാനായി വന്നിട്ടുണ്ട്. ഇത്രയും ആളുകൾ വന്നതുകൊണ്ട് തന്നെ ആർക്കും വലിയ വിലയൊന്നുമില്ല, നിങ്ങൾ വരിക്ക് നിൽക്ക്, എന്നിട്ട് ഓരോരുത്തരും പേര് പറഞ്ഞാൽ മതിയെന്നൊക്കെ പറയാണ്. അതിൻ്റെ കൂടെ തന്നെയാണ് പാർക്കിനോട് നിൽക്കാനായി പറയുന്നത്. അങ്ങനെ വരിയുടെ ഏറ്റവും പിന്നിൽ പോയി നിൽക്കുമ്പോഴാണ് രാജ്യത്തെ 3 പിടികിട്ടാപ്പുള്ളികളുടെ ഫോട്ടോ അവിടെ ചുമരിൽ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന കാണുന്നത്. അവനത് മെല്ലെ തുറന്നു നോക്കുമ്പോൾ അതിൽ 3ാമത്തെ ഫോട്ടോ അവൻ്റെ ഫോട്ടോയാണ്. കുയിലിൻ, പാർക്കിന്റെ ഫോട്ടോയാണ് 3ാമത്തേത്. കാര്യം എന്താന്ന് വെച്ചാൽ പോലീസിൽ പിടികൊടുത്താലും അവന് യാതൊരു കരുണയും പോലീസുകാർ കൊടുക്കാനായി പോകുന്നില്ല, ഒരു ഇളവ് പോലും കിട്ടാനായി പോകുന്നില്ല, അവനെ കൊല്ലാണ് ചെയ്യുക. എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ അവൻ ചിന്തിക്കുന്നത് അവനെപ്പോലെ തന്നെ മറ്റ് 2 പേര് കൂടെ ഉണ്ടല്ലോ പിടികിട്ടാപ്പുള്ളികൾ, അവരെ എങ്ങനെയെങ്കിലും കൊന്നുകളയുക എന്നുള്ള കാര്യം മാത്രമാണ് അവൻ ഇപ്പോൾ വിചാരിക്കുന്നത്. അതിലൊന്നാമത്തെ ആളുടെ പേര് കിം എന്നാണ്, അങ്ങേരിപ്പോൾ എവിടാന്ന് പോലും ആർക്കറിയില്ല. 2ാമത്തെ ആളുടെ പേര് വോങ്, അങ്ങേരും എവിടെയാണെന്ന് ആർക്കും അറിയില്ല. അതുകൊണ്ടാണല്ലോ പിടിയിട്ട പുള്ളികളായിരിക്കുന്നത്. അവിടെ വെച്ച് പാർക്ക് നേരെ ചെല്ലുന്നത് ആ ഡോക്ടറെ കാണാനാണ്. ആ ഡോക്ടർക്ക് ഇപ്പോൾ ഒരു മകനൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെയാണ് അവർ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം പാർക്ക് അവരെ കാണാനായി വന്നിരിക്കുന്നത് അവർക്ക് തീരെ ഇഷ്ടമായില്ല. എന്നാൽ അവൻ വന്നിരിക്കുന്നത് മറ്റൊരു കാര്യം ചോദിച്ചറിയാനാണ്. നമ്മൾ ആ പിടിയിട്ട പുള്ളികളുടെ ലിസ്റ്റിൽ കണ്ടിരുന്ന ആദ്യത്തെ കിമ്മില്ലായിരുന്നോ, ആ കിമ്മിനെ ഈ ഡോക്ടർ മുന്നേ സഹായിച്ചിട്ടുണ്ട്. ശരിക്കും ഈ ഡോക്ടറുടെ പരിപാടി എന്താന്ന് വെച്ചാൽ ഇതുപോലെ പിടികിട്ടാ പുള്ളികളോ കൊലയാളികളോ അവർക്കൊക്കെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ, അതായത് നെഞ്ചിൽ ബുള്ളറ്റ് കയറുക, ഷോൾഡറിൽ വെട്ട് കിട്ടുക, അതുപോലെയൊക്കെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ സോൾവ് ചെയ്ത് കൊടുക്കും. അതിനൊക്കെ നല്ലപോലെ കാശും കിട്ടുന്നുണ്ട്. അവരുടെ പേരാണേൽ പുറത്ത് പറഞ്ഞു കൊടുക്കുകയില്ല. എന്തായാലും നിങ്ങൾ ആ കിമ്മിനെ സഹായിച്ചതല്ലേ, അവൻ എവിടെയാന്ന് ചോദിക്കുന്ന നേരം ഡോക്ടർ പറഞ്ഞു കൊടുക്കില്ല. രാത്രിയാവുന്ന നേരം ഒരു ബാറിൽ ജോലി ചെയ്യുന്ന തൻ്റെ കൂട്ടുകാരനെ കാണാനാണ് പാർക്ക് ചെല്ലുന്നത്. അവനോട് പറയും, എനിക്ക് മരിക്കുന്നതിലൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല,
പക്ഷെ എന്നെ ആളുകൾ മറന്നു പോകുമോ, അതാണ് എൻ്റെ പേടി. സത്യം പറഞ്ഞാൽ പാർക്കിന് മരിക്കുന്നതിന് മുന്നേ അവൻ്റെ പേര് നാട്ടുകാരെല്ലാവരും അറിഞ്ഞിരിക്കണം, എന്തേലും വലിയൊരു കാര്യം ചെയ്തിരിക്കണമെന്നാണ് അവൻ്റെ മനസ്സിൽ. പിന്നെ ഒന്നും ചിന്തിക്കില്ല, നേരെ ആ ഡോക്ടറെ കാണാനാണ് ചെല്ലുന്നത്. കാരണം ആ കിം എവിടെയാണെന്ന് മനസ്സിലാക്കണമല്ലോ, എന്നാലേ അവനെ കൊല്ലാനായി പറ്റൂ. എന്നാൽ നേരിട്ട് ഡോക്ടറോട് ചോദിച്ചാൽ അങ്ങനെ പറഞ്ഞു തരില്ലെന്ന് അവനറിയാം. അതുകൊണ്ട് തന്നെ അവരുടെ മകനെ കിഡ്നാപ്പ് ചെയ്തെവിടെയോ ഒളിപ്പിച്ചു വെച്ചാണ് നേരെ ചെന്നിരിക്കുന്നത്. കാര്യം അറിയുന്ന ഡോക്ടർക്ക് ടെൻഷൻ ആവുന്നുണ്ടെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം പാർക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. അവൻ കൂടുതലൊന്നും ചെയ്യില്ലെന്ന് ഡോക്ടർക്ക് അറിയാം. അതുകൊണ്ടാണ് അവനോട് സംസാരിക്കാനായി ഇതുപോലെയെല്ലാം സംസാരിക്കാനായി നിൽക്കുന്നത്. പാർക്ക് ഒരു കഥയാണ് പറയുന്നത്. ഷൗച്ചുവും 3 കള്ളന്മാരും എന്നൊരു കഥയുണ്ട്. അതിനെക്കുറിച്ചാണ് പറയുന്നത്. കഥ എന്താന്ന് വെച്ചാൽ, ഷൗച്ചു എന്ന പേരുള്ള ഒരാളും വേറെ 2 പേരും, അവർ 3 പേരും വലിയ കള്ളന്മാരായിരുന്നു. എന്നാൽ ഒരു ദിവസം ഷൗച്ചു കൂടെയുള്ള 2 കള്ളന്മാരെയും കൊന്നുകളഞ്ഞു. അതോടുകൂടെ ജനങ്ങളെല്ലാവരും ഷൗച്ചുവിന്റെ പേര് മാത്രമാണ് ഓർക്കാനായി തുടങ്ങിയത്. കൂടെയുള്ള 2 പേരെയും കൊന്നുകളഞ്ഞ കള്ളൻ ഷൗച്ചു, ആ പേരിലാണ് അവൻ അറിയപ്പെട്ടിരുന്നത്. എനിക്കും ആ രീതിയിലേക്ക് മാറണം. അതുകൊണ്ടാണ് കിം എവിടെയാണെന്ന് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ ഡോക്ടർ പറഞ്ഞെടുക്കും. 20 കൊല്ലങ്ങൾക്ക് മുന്നെയാണ് ഡോക്ടർ കിമ്മിനെ കാണുന്നത്. തലയിലൊരു ബുള്ളറ്റും കയറിക്കൊണ്ട് എങ്ങനെയും രക്ഷിച്ചു തരണമെന്ന് പറഞ്ഞ് കിമ്മിന്റെ 2 ആളുകളായിരുന്നു അവനെ കൊണ്ട് ഡോക്ടറെ കാണാനായി വന്നിരുന്നത്. എന്നാൽ ആ ഒരു സമയം ഡോക്ടറുടെ കയ്യിൽ എക്യുപ്മെന്റ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ ബുള്ളറ്റ് പുറത്തെടുക്കാനായി പറ്റിയില്ല. അതുകൊണ്ട് അകത്ത് തന്നെ വെച്ച് തുന്നിക്കളയാണ് ചെയ്തത്. എന്നാൽ കാര്യങ്ങൾ അങ്ങനെ ആയതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും കിമ്മിന് നല്ല തലവേദന ഉണ്ടാകും. അതുകൊണ്ട് എല്ലാ ദിവസവും അവന് പെയിൻ കില്ലേഴ്സ് വേണം. നേരിട്ട് മാർക്കറ്റിൽ വന്ന് അവനത് വാങ്ങിയെടുക്കാനായി പറ്റാത്തതുകൊണ്ട് തന്നെ ഒരു ചെറിയ പെൺകുട്ടിയാണ് അവന് വേണ്ടി അത് എടുത്തുകൊണ്ട് കൊടുക്കുന്നത്. എല്ലാ ആഴ്ചയും ഈ ഡോക്ടർ പെയിൻ കില്ലേഴ്സ് ഏതോ ഒരു കടയുടെ തൊട്ട് മുന്നിൽ കൊണ്ടു ചെന്ന് വെക്കും. പാതിരാത്രിയാകുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ പെൺകുട്ടിയില്ലേ, അവൾ വന്ന് അത് എടുത്തുകൊണ്ട് പോവുകയും ചെയ്യും. ഇന്നത്തെ ദിവസവും അവൾ അത് എടുക്കാൻ വരുന്നുണ്ടെന്ന് മനസ്സിലാവുന്ന പാർക്ക് ആ കടയുടെ തൊട്ട് മുന്നിൽ അവളിപ്പോൾ കാത്തിരിക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ട് ഒരു വാൻ വരുന്നത്. ആ വാനിൽ നിന്ന് അവൾ പുറത്തിറങ്ങി വന്നു, ആ പെയിൻ കില്ലേഴ്സ് എടുത്തു, വാനിൽ കയറി പോവുകയും ചെയ്തു. അപ്പം തന്നെ പാർക്ക് അവരെ ഫോളോ ചെയ്യാനായി തുടങ്ങി. ഈ ഒരു നേരം കടയിൽ നിൽക്കുന്ന ഡോക്ടറുടെ അടുത്തേക്ക് അവരുടെ മകൻ വരുന്ന കാണാം. ആ മകനെ അങ്ങോട്ട് എത്തിച്ചിരിക്കുന്നത് പാർക്കിന്റെ കൂട്ടുകാരനില്ലേ, ആ ബാറിൽ ജോലി ചെയ്യുന്ന അവനാണ്. തിരികെ വന്നിരിക്കുന്ന മകൻ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയ ഒരു കുട്ടിയെപ്പോലെയല്ല സംസാരിക്കുന്നത്. നല്ല സന്തോഷത്തില് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ആയിട്ടാണ് അങ്ങോട്ട് വന്നിരിക്കുന്നത് തന്നെ. ഇവിടെ അവരെ ഫോളോ ചെയ്ത് പോകുന്ന പാർക്ക് കുറേ ദൂരങ്ങൾ പോയിട്ട് ഏതോ ഒരു കടയുടെ തൊട്ട് മുന്നിലാണ് ചെന്ന് എത്തിപ്പെടുക. ഇപ്പോഴാ പെൺകുട്ടി ഒരു സലൂണിലേക്കാണ് കയറി ചെന്നിരിക്കുന്നത്. പാർക്ക് അപ്പം തന്നെ ആ സലൂണിന് തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ലോഡ്ജിൽ റൂം എടുക്കും. അങ്ങനെ ജനലിൽ കൂടെ വന്ന് പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ്. ഈ സമയം ആ പെൺകുട്ടി കയറി ചെന്ന സലൂണിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ആ പിടികിട്ടാ പുള്ളി കിമ്മില്ലേ, അങ്ങേരിപ്പം അങ്ങേരുടെ പടയായിട്ട് അങ്ങോട്ട് വന്നിരിക്കുക. അങ്ങേര് ഏതോ ഒരുത്തൻ്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിക്കാനായി പോയതായിരുന്നു. കാശ് നല്ലപോലെ കിട്ടാത്തതുകൊണ്ട് തന്നെ അവനെ കുത്തിക്കൊന്നാണ് ഇപ്പം ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. പെൺകുട്ടിയാണെങ്കിൽ അങ്ങേരോട് നിങ്ങളുടെ കൈക്ക് തൈലിട്ട് തരട്ടെ, വേറെ എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും അങ്ങേര് വേണ്ട, ഈ കത്തി കഴുകിയാൽ മാത്രം മതി എന്നാണ് പറയാ. അങ്ങനെ അവൾ കത്തിയെല്ലാം കഴുകിക്കൊടുത്ത് അങ്ങേർക്ക് മദ്യമെല്ലാം സെർവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങേര് അവളെ മോശമായിട്ട് ടച്ച് ചെയ്യുന്നത്. അതിന് അങ്ങേര് ചിരിക്കുന്നുണ്ടെങ്കിലും കൂടെയുള്ളവന്മാരും അങ്ങ് ചിരിക്കും. എന്നാൽ തൊട്ടടുത്തുള്ളവനോട് നീ എന്തിനാണ് ചിരിച്ചതെന്ന് അങ്ങേര് ചോദിക്കുമ്പോൾ അവന് പറയാനൊന്നുമില്ല. അതിൻ്റെ ദേഷ്യത്തിൽ അവിടെ വെച്ചിരുന്ന ബോട്ടിൽസ് എല്ലാം എടുത്ത് അവൻ്റെ തലയിൽ അടിച്ചടിച്ച് പൊട്ടിക്കും. അവൻ്റെ തല പൊട്ടി ചെറുതായിട്ട് ചോരയെല്ലാം വരുന്നുണ്ട്. എന്നാലും അങ്ങേരത് കാര്യമാക്കില്ല. തൊട്ടടുത്തുള്ള ബിൽഡിങ്ങിൽ നിന്ന് പാർക്ക് ഇതെല്ലാം നോക്കി നിൽക്കുന്നുണ്ടെങ്കിലും അകത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും അവന് കാണാനായി പറ്റില്ലല്ലോ. കുറച്ച് കഴിയുന്നേരം കുളിച്ചിറങ്ങി വരുന്ന കിം ആ പെൺകുട്ടിയോട് സംസാരിക്കുന്ന കേട്ട കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാകും. ആ പെൺകുട്ടി എന്തുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നതെന്ന് വെച്ചാൽ, ആ പെൺകുട്ടിയുടെ അമ്മ ഇപ്പം ജയിലിലാണ്. അതുകൊണ്ട് അമ്മയുടെ ജീവിതം കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാൽ ഈ കിമ്മിന്റെ കുറെ ആളുകളും ആ ജയിലിൽ തന്നെയുണ്ട്. ലേഡീസ് ആയിട്ടുള്ള ആളുകൾ ആ ജയിലിലുണ്ട്. അതുകൊണ്ട് ഈ കിമ്മിന്റെ ആളുകളാണ് അവളുടെ അമ്മയ്ക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ അവരെ നല്ലപോലെ നോക്കുന്നത്. അതിന് പകരമായാണ് അവൾ ഇവിടെ ജോലിയെല്ലാം ചെയ്യുന്നത്. എന്നാൽ ആ പല ജോലികളും അങ്ങേരെ അവളെ കൊണ്ട് ചെയ്യിക്കും. ഇതെല്ലാം പാർക്ക് ഇവിടെ നിന്ന് കാണുന്നുണ്ട്. അവൻ ഉറപ്പിച്ചു അങ്ങേരെ എങ്ങനെയെങ്കിലും കൊന്നേ പറ്റൂന്ന്. ഈ സമയം പോലീസുകാരെ കാര്യം എന്താന്ന് വെച്ചാൽ, അവർ ഡോക്ടറുടെ അടുത്തേക്ക് ചെന്ന് പാർക്കിനെ കുറിച്ച് ചോദിച്ചില്ലായിരുന്നോ, എന്നാൽ ഡോക്ടർ ഒന്നും അറിയില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവരുടെ കോൾ ഡീറ്റെയിൽസ് എല്ലാം അവരെടുത്തു. അതിലൊരു നമ്പറിലേക്ക് അവരിടക്ക് കോൾ ചെയ്തിട്ടുണ്ട്. ആ നമ്പർ ഏതാന്ന് വെച്ചാൽ ഈ പെൺകുട്ടിയില്ലേ, പാർക്കിന് പെയിൻ കില്ലേഴ്സ് എത്തിച്ചു കൊടുക്കുന്ന അവളുടെ നമ്പറാണ്. അതുകൊണ്ട് തന്നെ ഇനി അവളെ തെരഞ്ഞാണ് അവർ വരാനായി പോകുന്നത്. ഇവിടെ പിറ്റേന്ന് രാവിലെ പാർക്ക് നേരെ ആ സലൂണിലേക്കാണ് ചെല്ലുന്നത്. അവിടെ ഇപ്പൊ കിമ്മില്ല, അവൾ മാത്രമാണ് ഉള്ളത്. എനിക്ക് ഷെയ്വ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടാണ് പാർക്ക് അങ്ങോട്ട് കയറി ചെല്ലുക. അങ്ങനെ അവൾ പരിപാടിയെല്ലാം ചെയ്യാനായി തുടങ്ങും. എന്നാൽ ഈ സമയത്താണ് കിം അങ്ങോട്ട് വരുന്നത്, പടയായിട്ട് വരുന്നത്. അങ്ങേരെ കാണുമ്പോൾ തന്നെ എനിക്ക് ഇത്രയും മതിയെന്ന് പറഞ്ഞ് അവൻ എഴുന്നേൽക്കാനായി നിൽക്കുമ്പോൾ തന്നെ അങ്ങേര് വന്ന് അവനെ പിടിച്ചു വെക്കും. ആ പെൺകുട്ടിയോട് പറയും, ഞാൻ നിന്നോട് എത്ര പറഞ്ഞിട്ടുണ്ട്, ഒരു സൈഡിൽ ഷേവ് ചെയ്താൽ അതുപോലെ തന്നെ മറുവശവും ചെയ്തിരിക്കണം, മനസ്സിലായില്ലേ? എന്നിട്ട് പാർക്കിനോട് ചോദിക്കും, നീ ഇവിടെ പുതിയ ആളാണോ? പാർക്ക് പറയും, അതെ ഞാനിവിടെ പുതിയ ആളാണ്. ഇന്ന് സ്കൂളിൽ പഠിച്ച പഴയ കൂട്ടുകാരുടെ ഒരു പരിപാടിയുണ്ട്, ഞാൻ അതിനായി പോവാനായി വന്നതാ. നീ ഇന്നാണോ ഇവിടേക്ക് വന്നതെന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ ഇന്നെത്തിയേ ഉള്ളൂ എന്ന് പറയും. എന്നാൽ അപ്പോഴാണ് കിമ്മു അറിയാം, പക്ഷേ ഇന്നലെ രാത്രി നിന്നെപ്പോലെ ഒരുത്തൻ എന്നെ ഇങ്ങനെ വാച്ച് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി തൊട്ടടുത്തുണ്ടായിരുന്ന ബിൽഡിങ്ങിൽ വെച്ച്.
പാർക്കിന് മനസ്സിലായി കഴുത്തിൽ എപ്പോൾ വേണേലും ഒരു വര വീഴുമെന്ന്. അങ്ങേരാണ് ആകെ കൂടെ ദേഷ്യത്തിലാണ് നിൽക്കുന്നത്. പാർക്ക് കയ്യിലുണ്ടായിരുന്ന ഗണ്ണ് മെല്ലെ പുറത്തേക്ക് എടുക്കും. കണ്ണാടി കൂടെ ആ പെൺകുട്ടിക്ക് അത് കാണാനും പറ്റും. അങ്ങേരാണ് നെറ്റിയിൽ ബ്ലേഡ് വെച്ച് അങ്ങനെ നിൽക്കാണ്. പെട്ടെന്നാണ് പോലീസുകാരകത്തേക്ക് കയറി വന്ന് ഈ കാർ ആരയുടെ വെച്ച് അത് മാറ്റി വെക്കണമെന്ന് പറയാം. അതോടുകൂടെ രണ്ടുപേരും ഗണ്ണും മാറ്റി കത്തിയും മാറ്റി. എന്തോ ഒരു ഭാഗ്യത്തിൽ രക്ഷപ്പെട്ട പാർക്ക് അവിടെ നിന്നിറങ്ങി നേരെ റൂമിലേക്കാണ് ചെല്ലുക. ചെന്നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് അവർ ആ റൂം വന്ന് ആകെ കൂടെ ചെക്ക് ചെയ്ത് വഷളാക്കി വെച്ചിരിക്കുക. അങ്ങനെയല്ല പറയാ, വഷളാക്കി അലമ്പാക്കി വെച്ചിരിക്കുക. ഇനി എന്തായാലും ഇവിടെ നിന്നാൽ ശരിയാവില്ല എന്ന് മനസ്സിലാവുന്നവൻ സാധനങ്ങളെല്ലാം കെട്ടിപ്പൂട്ടി മറ്റേതോ ഒരു ബിൽഡിങ്ങിന്റെ അണ്ടർഗ്രൗണ്ടിൽ വന്നിരിക്കുക. രാത്രി ആകുന്നേരം നേരെ അങ്ങോട്ട് തന്നെയാണ് ചെല്ലുന്നത്. ഈ നേരം അങ്ങോട്ട് വരുന്ന കിമ്മും പടയും കൂടെ ആ ബിൽഡിങ്ങിലേക്ക് സലൂണിലേക്ക് കയറി ചെല്ലുന്ന കാണാം. അങ്ങേര് നേരെ ചെല്ലുന്നത് കുളിച്ചോണ്ടിരിക്കുന്ന ആ പെൺകുട്ടിയുടെ അടുത്തേക്കാ. ഇന്ന് വന്നിരിക്കുന്നവനെ നിനക്ക് അറിയാവോടി എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും എനിക്കറിയില്ല, അവൻ ആരാന്ന് പോലും അറിയില്ല. എന്നാലും അങ്ങേര് വിടില്ല. അവളെ പിടിച്ചു കൊണ്ടുവന്ന് കട്ടിലിൽ കെട്ടി വെച്ചിരിക്കുക. ഇനി എന്താണ് അവൾ ചെയ്യാൻ പോകുന്നത് അതൊന്നും അറിയില്ല. പാർക്കാണേല് അങ്ങേരെ കൊല്ലാനായി നേരെ ആ സലൂണിലേക്കാണ് ചെല്ലുന്നത്. അവിടെ തൊട്ടു മുന്നിലെ കാറിൽ അങ്ങേരുടെ ഒരു ശിങ്കിടി അങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട്. ഒന്നും അറിയാത്തവനെ പോലെ ചെന്ന് ആദ്യം തന്നെ അവന്റെ കഴുത്തിന് കുത്തി അവനെ കൊന്നുകളയും. എന്നാൽ ചുറ്റുമുള്ള ആരും ഈ കാര്യങ്ങളൊന്നും അറിയുന്നില്ല. ബാക്കിയുള്ള രണ്ട് ശിങ്കിടികളാണേല് അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ട് കാത്തിരിക്കുകയാണ്. അങ്ങേരി പരിപാടിയെല്ലാം കഴിഞ്ഞാൽ അവിടെയുള്ള ലൈറ്റ് ഓൺ ആക്കിയിട്ടാണ് അറിയിക്കുക. അതുകൊണ്ട് തന്നെ കിം ലൈറ്റ് ഓൺ ആക്കുന്നോ കാത്താണ് അവർ ഇരിക്കുന്നത് തന്നെ. പാർക്കാണേൽ ആ സലൂണകത്തേക്ക് കയറി ചെല്ലും. എന്നാൽ അകത്തിരിക്കുന്ന കിമ്മിന് അകത്തെന്തോ ഒരു അപകടം നടക്കാനായി പോവാണെന്ന് മനസ്സിലായി. കത്തിയെടുത്ത് അങ്ങനെ കാത്തിരിക്കുക. ഇപ്പോൾ പെട്ടെന്ന് അടിച്ചു കയറി അങ്ങനെ ഇടിച്ചിടാനായി തുടങ്ങും. അടിയോടടിയാണ്, രണ്ടുപേരും പൊരിഞ്ഞടിയാണ്. പുറത്തുണ്ടായിരുന്ന ശിങ്കിടികൾ ആ ശബ്ദമെല്ലാം കേൾക്കുന്നുണ്ടെങ്കിലും അവരത് വലിയ കാര്യമാക്കില്ല. ഈ സമയമാണ് നമ്മുടെ പോലീസുകാരനും ലൊക്കേഷനിലെത്തുന്നത്. അങ്ങേര് ആ പെൺകുട്ടി വിളിക്കുന്ന ഫോൺ നമ്പർ ട്രാക്ക് ചെയ്താണ് അങ്ങോട്ട് വന്നിരിക്കുന്നത്. അകത്ത് അടിയുണ്ടാക്കുന്ന കിമ്മാണേല് കയ്യിലുണ്ടായിരുന്ന ആയുധം വെച്ച് കിട്ടുന്ന ഗ്യാപ്പിലെല്ലാം അവന്റെ ശരീരത്തിൽ ഓരോ കുത്തും കുറലോ കിട്ടോണ്ടിരിക്കുക. എന്നാൽ അടികൊണ്ട് താഴെ വീഴുന്ന അങ്ങേര് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാവുന്ന നേരം ആ ലൈറ്റ് ഓൺ ചെയ്യും. എന്നാൽ അപ്പോഴേക്ക് പാർക്ക് അത് വന്ന് ഓഫ് ചെയ്യും. ഇത് ഓണായും ഓഫായും കളിക്കുന്ന കാണുന്ന നേരം പുറത്ത് നിൽക്കുന്നവന്മാർക്ക് കൺഫ്യൂഷൻ ആകും. ഇങ്ങനെ ഇത് എന്താണ് കാണിക്കുന്നതെന്ന്. പോലീസുകാരനെ മനസ്സിലായി അവിടെ എന്തോ ഒരു പ്രശ്നം നടക്കുന്നുണ്ടെന്ന്. അപ്പോഴാണ് കിമ്മും പാർക്കും കൂടെ പുറത്തേക്ക് ഇറങ്ങി ഓടുന്ന കാണുക. പാർക്ക് തൊട്ട് പിന്നാലെ ഓടുകയാണ്. കാണുന്ന പോലീസുകാരൻ അവരുടെ രണ്ടുപേരുടെയും പിന്നാലെ ഓടും. ഓടി ഓടി പോലീസുകാരൻ അവസാനം ഒരു വഴിയിൽ വെച്ച് പാർക്കിനെയാണ് ചാടി വന്ന് പിടിക്കുക. എന്നാൽ ആ ഗ്യാപ്പിൽ കിം അവിടെ ഉണ്ടായിരുന്ന ഒരു കനാലിലേക്ക് ചാടി. പാർക്കാണേൽ പോലീസുകാരനെയും തട്ടി മാറ്റി ആ കനാലിലേക്ക് എടുത്ത് ചാടും. പിന്നാലെ അങ്ങേരും ചാടുന്നുണ്ടെങ്കിലും അങ്ങേരുടെ കാൽ ഉളുക്കിപ്പോകും. എന്നാലും പാർക്കിനെ വിടില്ല. എങ്ങനെയൊക്കെയോ പിടിക്കാനായി ശ്രമിക്കുകയാണ്. പാർക്കാണേൽ അങ്ങേരുടെ കാലിന് ഉളുക്ക് വന്നതുകൊണ്ട് തന്നെ അത് മുതലെടുത്തോണ്ട് അങ്ങേരെ താഴെയിട്ട് വെള്ളത്തിൽ മുക്കി പിടിച്ച് തൊട്ടു പിന്നാലെ കിമ്മിനെ വെച്ച് പിടിക്കുക. മരണവെപ്രാളത്തിൽ ഓടുന്ന കിമ്മ് ഏതോ ഒരു വയലിലേക്ക് ഓടിച്ചെന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു ഷെഡിലാണ് കയറി ചെല്ലുക. തൊട്ടു പിന്നാലെ പാർക്ക് അവിടെ എത്തി. എന്നാലും രക്ഷപ്പെടാനേല് പാർക്കിനെ കൊന്നേ പറ്റൂ. അങ്ങനെ അവരവിടെ നിന്ന് പൊരിഞ്ഞ അടിയാണ്. രണ്ടുപേരും പിരുത്തടി. അങ്ങനെ ആ കത്തി വെച്ച് പാർക്കിന്റെ കഴുത്ത് വരെ എത്തിക്കും. കൂടെ അവിടെ വെച്ച് തന്നെ പാർക്കിന്റെ വയറ്റിൽ കയറിയിരുന്നൊരു കമ്പി അങ്ങനെ അത് വയറ്റിലേക്ക് തന്നെ ഒന്നുകൂടി ഇറക്കി കൊടുക്കും. സഹിക്കാൻ പറ്റാതാവുന്ന നേരം പാർക്ക് അങ്ങേരുടെ ചുണ്ടിനിട്ട് ഒരു ഫ്രഞ്ച് കടി അങ്ങ് കൊടുക്കും. ആ കടിയിൽ അങ്ങേരുടെ കൺട്രോൾ മുഴുവനും പോയി. അങ്ങനെ എഴുന്നേൽക്കുന്ന പാർക്ക് അവിടെ ഉണ്ടായിരുന്ന കമ്പി എടുത്ത് അങ്ങേരുടെ കാലടിച്ച് ഒടിച്ചു കളയും. മരിക്കാൻ നേരം കിമ്മ് ചോദിക്കും, അല്ലടാ നീ ആരാടാ, നീ എന്തിനാടാ എൻ്റെ പിന്നാലെ വരുന്നത്? എൻ്റെ പേര് കുയിലിൻ, പാർക്ക് കുയിലിൻ എന്നും പറഞ്ഞ് അങ്ങനെ ഷൂട്ട് ചെയ്ത് കൊന്നാണ് പാർക്ക് അവിടുന്ന് പോകുന്നത്. അവിടെ നിന്ന് നേരെ ആ സലൂണിലേക്കാണ് ചെല്ലുക. അവിടെ ആ പെൺകുട്ടിയെ ഇപ്പോഴും കെട്ടിവെച്ചിരിക്കുന്ന അവസ്ഥയിൽ തന്നെയാ. അവൾക്ക് എങ്ങനെയാലും അവിടുന്ന് രക്ഷപ്പെട്ടാൽ മാത്രം മതി. അതുകൊണ്ട് തന്നെ പാർക്ക് പറയുമ്പോൾ തന്നെ അവന്റെ കൂടെ ചെല്ലും. കാറിൽ പോകാൻ നിൽക്കുന്ന നേരം ആ കിമ്മിന്റെ രണ്ട് ശിങ്കിടികളില്ലായിരുന്നോ അവിടെ ഭക്ഷണം കഴിച്ച് കാത്തു നിന്നിരുന്ന അവരെ രണ്ടുപേരെയും ഗണ്ണെടുത്ത് ഷൂട്ട് ചെയ്ത് കൊന്നാണ് അവർ പോകുന്നത്. പാർക്കിനറിയാം ഇനി ഒരു 6 മാസം കൂടിയേ താൻ ജീവിച്ചിരിക്കുള്ളൂ. അതിന്റെ ഇടയിൽ ഇതെല്ലാം ചെയ്തെന്ന് വിചാരിച്ച് അതിൽ യാതൊരു കുഴപ്പമില്ല. മോശമായിട്ടുള്ള കാര്യമല്ലല്ലോ, നല്ലതിന് വേണ്ടിയല്ലേ. പിറ്റേന്ന് രാവിലെ രണ്ടുപേരും ഒരു കടൽ തീരത്താണ് ഇരിക്കുന്നത്. പാർക്ക് അവളോട് നിനക്ക് വീട്ടുകാരുണ്ടോയെന്ന് ചോദിക്കുമ്പോഴാണ് മനസ്സിലാവുക ശരിക്കും ആ കിമ്മില്ലേ അത് അവളുടെ അച്ഛനാണ്. കിമ്മ് അവളുടെ അമ്മയെ കല്യാണം കഴിച്ചപ്പോൾ തന്നെ അമ്മയുടെ കയ്യിൽ ലഹരി മരുന്നുകൾ വിൽക്കാനായി അത് ട്രാൻസ്പോർട്ട് ചെയ്യാനായി കൊടുത്തു. എന്നാൽ അതിന്റെ ഇടയിലാണ് അമ്മയെ പോലീസ് പിടിക്കുന്നത്. ജയിലിൽ കിടക്കുന്ന അമ്മയെ ഉപദ്രവിക്കേണ്ടതിൽ ഞാൻ പറയുന്ന പോലെയെല്ലാം നീ ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ടാണ് അവളെ അങ്ങേരെ കൂടെ കൂട്ടിയിരിക്കുന്നത്. ഇതെല്ലാം മനസ്സിലാവുന്ന പാർക്ക് പറയും ഇനി എന്തായാലും ഒരു കാര്യം ചെയ്യ്, പോലീസുകാരെന്തായാലും നിന്നെ കണ്ടുപിടിക്കും. നിന്നോട് ചോദിക്കുമ്പോൾ ഇവനെ കൊന്നിരിക്കുന്നത് കിമ്മിനെ കൊന്നിരിക്കുന്നത് പാർക്ക് കുയിലിൻ ആണെന്ന് നീ പറയണം. കൂടെ സിറ്റിയിലേക്ക് പോകാനായി അവൾക്ക് ആ കാറും കൊടുത്തോണ്ടാണ് പാർക്ക് അവിടെ നിന്ന് പോകുന്നത്. എന്തൊരു മനുഷ്യനല്ലേ. ഏതോ ഒരു ലോഡ്ജിലെ റൂം എടുത്ത് ന്യൂസ് വെച്ച് നോക്കുന്ന നേരം ആ പെൺകുട്ടി പോലീസുകാരുടെ അടുത്ത് ചെന്ന് കാര്യങ്ങളെക്കുറിച്ചെല്ലാം പറയുന്ന കാണാം. കിമ്മിനെ കൊന്നിരിക്കുന്നത് പാർക്ക് കുയിലിൻ ആണെന്ന് അവൾ എടുത്തു പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ തന്നെ പാർക്കിന്റെ മുഖത്ത് നല്ലൊരു സന്തോഷം വരുന്ന കാണാം. അങ്ങനെ മുറിവിന് മരുന്നെല്ലാം വെച്ച് എല്ലാത്തിനും ഭേദമായി വരുമ്പോഴാണ് പാർക്ക് നേരെ അടുത്തവനെ കണ്ടുപിടിക്കാൻ, അതായത് വോങ്ങിനെ കണ്ടുപിടിക്കാനായി ഇറങ്ങുന്നത്. നേരെ ചെല്ലുന്നത് വോങ്ങിന്റെ അമ്മ മരിച്ചപ്പോൾ സംസ്കാര ചടങ്ങെല്ലാം നടത്തിയിരുന്ന സ്ഥലത്തേക്കാണ്. അവിടെ ചെന്ന് വോങ്ങിന്റെ അമ്മയുടെ ചിതാഭസ്മം ചോദിക്കുമ്പോൾ അവരതെല്ലാം എടുത്തു കൊടുക്കും. അതിൽ വോങ്
അവൻ്റെ അമ്മക്ക് ഒരു കത്ത് അയച്ചിരിക്കുന്ന കാണാം. ഇതുപോലൊരു കത്ത് അവൻ്റെ അമ്മ തിരികെ അവനും അയച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ വോങ് അയച്ചിരിക്കുന്ന കത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം കാണുന്ന പാർക്ക് ചെറുതായൊന്ന് ആശയക്കുഴപ്പത്തിലാകും. അമ്മേ, അഹങ്കാരം, കോപം, അത്യാർത്തി അതെല്ലാം മാറ്റിവെച്ചാലേ നമുക്കൊരു മനുഷ്യനാവാനായി പറ്റൂ. ഞാനിപ്പോൾ പൂർണ്ണമായും ഒരു മനുഷ്യനായിക്കൊണ്ടിരിക്കുകയാണ്. അവൻ എന്തോ ഒരു മാറ്റം സംഭവിച്ചതായി അവൻ്റെ എഴുത്തിൽ തന്നെ കാണാം. ആ കത്ത് വന്നിരിക്കുന്നത് കുറച്ച് അകലെയുള്ളൊരു ദ്വീപിൽ നിന്നാണ്. എന്തായാലും അവനെ കണ്ടുപിടിച്ചിട്ടേ കാര്യമുള്ളൂ. അതുകൊണ്ട് തന്നെ പാർക്ക് അവിടെ നിന്ന് ഒരു കപ്പലിൽ കയറി നേരെ ആ ദ്വീപിലേക്കാണ് പോകുന്നത്. ആ ദ്വീപ് എന്ന് പറഞ്ഞാൽ ഒരു ധ്യാന കേന്ദ്രമാണ്. ഭൂമിയിലെ തെറ്റും കുറ്റങ്ങളൊക്കെ ചെയ്തടന്ന് അവസാന കാലഘട്ടത്തിൽ നന്നാവണമെന്ന് തോന്നിയാൽ അങ്ങോട്ട് ചെല്ലാം. അങ്ങനെ നന്നായി മാറിയവരും ഇഷ്ടംപോലെ ആളുകളുണ്ട്. പാർക്ക് അവിടെ എത്തുമ്പോൾ തന്നെ കഴിക്കാനായി ഭക്ഷണമൊക്കെ കൊടുക്കും. ഇനി ഇവിടെ നിന്നാണ് ആ വോങ്ങിനെ എങ്ങനെയും കണ്ടുപിടിക്കേണ്ടത്. നമ്മളിപ്പോൾ കാണുന്നതാണ് ആ ദ്വീപിലെ ഗുരു ഇപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ജീവിതത്തിലെ ലക്ഷ്യങ്ങളെക്കുറിച്ചാണ്. ലക്ഷ്യമെന്ന് പറഞ്ഞാൽ മനുഷ്യരുണ്ടാക്കിയെടുത്ത ഒന്നാണ്. അതിൻ്റെ പിന്നാലെ ഒരിക്കലും പോകാനായി പാടില്ല. ലക്ഷ്യത്തിന് പിന്നാലെ പോയില്ലെങ്കിൽ എന്താ, നമുക്ക് ജീവിക്കാനായി പറ്റില്ലേ? പണത്തിന് പിന്നാലെ ഒരു മനുഷ്യൻ എങ്ങനെ പോകുന്നോ അതുപോലെയാണ് ലക്ഷ്യത്തിന് പിന്നാലെ പോകുന്നത്. അങ്ങനെ വലിയ വലിയ ഫിലോസഫിയൊക്കെയാണ് ആ ഗുരു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പാർക്ക് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. സംസാരമെല്ലാം കഴിഞ്ഞ് ഗുരു സദസ്സിലേക്ക് ഇറങ്ങി വന്ന് എല്ലാവർക്കും കൈ കൊടുത്തോണ്ടിരിക്കുമ്പോഴാണ് പാർക്കിന് എന്തോ പോലെ ശരീരത്തിൽ എന്തോ സംഭവിക്കുന്ന പോലെ പെട്ടെന്നാണ് കറുത്ത നിറത്തിൽ പാർക്ക് ഛർദ്ദിക്കുന്നത്. അപ്പം തന്നെ ദ്വീപിലെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടെത്തിക്കും. ചികിത്സ എല്ലാം കഴിയുന്നേരം ഇപ്പം വലിയ കുഴപ്പമൊന്നുമില്ല, ആൾ ഓക്കെയാണ്. ഗുരു പാർക്കിനെ കാണാനായി വന്ന് പറയും, നീ ഇപ്പോൾ ഓക്കെ ആണെങ്കിൽ നാളെ രാവിലെ 6 മണിക്ക് നമുക്കൊരു ധ്യാനമുണ്ട്, അതിനെത്തണം. അങ്ങനെ അതിന് പാർക്ക് സമ്മതം മൂളുന്നുണ്ടെങ്കിലും കുറച്ച് കഴിയുന്നേരം വീണ്ടും സംഭവിക്കുന്നത് ഇത് തന്നെയാണ്. കറുത്ത നിറത്തിലാണ് പിന്നെ ഛർദ്ദിക്കുന്നത്. ലങ് ക്യാൻസർ കൂടി വരികയാണ്. പാർക്കിന്റെ മനസ്സിൽ താൻ മരിക്കുന്നതിന് മുന്നേ ആ വോങ്ങിനെ ഇവിടെ വെച്ച് എങ്ങനെയും കണ്ടുപിടിച്ചേ പറ്റൂ എന്നാണ്. പിറ്റേന്ന് രാവിലെ ഗുരു പറഞ്ഞ ആ സദസ്സിലാണ് പാർക്ക് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോഴാണ് ഗുരുവിന്റെ കൂടെ ഇരിക്കുന്ന ഒരു സ്ത്രീ പറയുന്നത്, ആ സ്ത്രീ ഇങ്ങോട്ട് വരുന്നവരെ അവർക്ക് നല്ലപോലെ ക്യാൻസർ ഉണ്ടായിരുന്നു. എന്നാൽ ഇവിടെ നിന്ന് ചെയ്ത കർമ്മങ്ങളുടെയും മെഡിറ്റേഷന്റെയും എല്ലാം ഫലമായി ക്യാൻസർ മെല്ലെ കുറഞ്ഞ് അങ്ങനെ പോവായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്കെല്ലാവർക്കും ഗുരുവിനോട് വലിയ കാര്യമാണ്, വലിയ സ്നേഹമാണ്. അന്ന് വൈകുന്നേരം ഗുരു ആശ്രമത്തിൽ ഇരിക്കുന്നേരം പാർക്ക് ഗുരുവിനെ കാണാനായി ചെല്ലും. അങ്ങേര് അപ്പം തന്നെ വിളിച്ചിരുത്തുകയും ചെയ്യും. പാർക്കിനെ കണ്ടപ്പോൾ തന്നെ ജീവിതത്തിൽ പല തെറ്റുകൾ ചെയ്തൊരു മനുഷ്യനാണെന്ന് അങ്ങേർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അങ്ങേര് തന്നെ രചിച്ച ഒരു പുസ്തകം കയ്യിലേക്ക് കൊടുക്കും. കൂടെ തന്നെ നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നേ ചോദിക്കുമ്പോഴാണ് പാർക്ക് പറയാ, ഞാൻ വോങ് എന്ന ഒരാളെ തെരഞ്ഞാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ അമ്മ മരിച്ചു. അമ്മയുടെ ചിതാഭസ്മം ഇപ്പൊ എന്റെ കയ്യിലാണ്. അത് കൊടുക്കാനായാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോഴാണ് ഗുരു പറയാ, 4 വർഷങ്ങൾക്ക് മുന്നേ ആയിരുന്നു വോങ് ഇങ്ങോട്ട് വന്നിരുന്നത്. ശരീരത്തിലാകമാനം മുറിവുകളും കൊണ്ടുവന്നിരുന്ന വോങ്ങിനെ അവരെല്ലാവരും രക്ഷിക്കാനായി ശ്രമിച്ചു. എന്നാൽ ആ സമയം അവൻ പറഞ്ഞിരുന്ന്, എന്നെ ഒരിക്കലും രക്ഷപ്പെടുത്തരുത്, ഞാനൊരു പാപിയാണ്, ഒരിക്കലും ജീവിച്ചിരിക്കാനായി ഞാൻ അർഹനല്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവൻ മരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് അവന്റെ ശരീരം അടക്കം ചെയ്തിരിക്കുന്ന ഒരു സ്ഥലവും കൊണ്ടുചെന്ന് കാണിച്ചു കൊടുക്കും. ഇതെല്ലാം കാണുന്ന പാർക്കിന് നല്ലപോലെ വിഷമാകും. അവൻ വലിയൊരു ദൗത്യവും പ്ലാൻ ചെയ്തായിരുന്നല്ലോ ഇങ്ങോട്ട് വന്നിരുന്നത്. എന്നാൽ ഇനി അതൊന്നും ചെയ്യാനായി പറ്റില്ല എന്ന് മനസ്സിലായപ്പോൾ അതിൽ ചെറിയൊരു വിഷമം. എന്തായാലും ഇത്രയൊക്കെയായി, ഇനി ഇവിടെ വെച്ച് നന്നായി തീരാന്ന് പാർക്കും വിചാരിക്കും. അന്നത്തെ ദിവസം മുതൽ തന്നെ പാർക്കിനെ നന്നാക്കി എടുക്കാനായി അവർ തുടങ്ങുകയാണ്. ഞാനൊരു പാപിയാണ്, ഞാൻ ലോകത്തെ നിരാശപ്പെടുത്തി, അങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ട് പാർക്കിനെ അവരെല്ലാവരും അടിച്ചോണ്ടിരിക്കുക. അടിയെല്ലാം കഴിഞ്ഞാൽ അവന്റെ മുടി വെട്ടിയെടുക്കും. ഈ ഒരു സമയം തന്റെ ശരീരത്തിൽ നിന്ന് പലതും ഇറങ്ങിപ്പോയ പോലെയാണ് പാർക്കിന് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ കരച്ചിൽ അടക്കി വെക്കാനായി അവന് പറ്റില്ല. അവൻ ആർത്ത് കരയാണ്. പിറ്റേന്ന് രാവിലെ എഴുന്നേൽക്കുന്ന നേരം അവനൊരു പുതിയ മനുഷ്യനെ പോലെയാണ് തോന്നുക. പുറത്തെല്ലാം നല്ലപോലെ അടികൊണ്ട പാടുണ്ട്. അതൊന്നും വലിയ കുഴപ്പമില്ല, ഒരു വലിയ മാറ്റത്തിന്റെ തുടക്കമല്ലേ. അങ്ങനെ അന്ന് ആ ഉദ്യാനം വൃത്തിയായിക്കൊണ്ടിരിക്കുമ്പോഴാണ് ദൂരേന്ന് ഗുരു വിളിക്കുന്നത്. ഇപ്പൊ ആശാന് ഗുരുവിനെ നല്ലപോലെ ഇഷ്ടമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓടിച്ചെല്ലും. സംഗതി എന്തിനാ വിളിച്ചെന്ന് വെച്ചാ, പാർക്ക് വന്നപ്പോൾ പറഞ്ഞിരുന്നു തനിക്ക് ലങ് ക്യാൻസർ ഉണ്ടെന്ന്. എന്നാൽ ഇപ്പം അവർ സ്കാൻ ചെയ്ത് നോക്കുന്ന നേരം ക്യാൻസറിന്റെ ഒരു അടയാളം പോലും കണ്ടുപിടിക്കാനായി പറ്റുന്നില്ല. ഇനി അഥവാ ക്യാൻസർ ഉണ്ടെങ്കിൽ തന്നെ അതൊരിക്കലും സ്റ്റേജ് 4 എത്തിയിട്ടില്ല. സംഭവിക്കുന്ന എന്താണെന്ന് അവനും മനസ്സിലാവില്ല. അത്ഭുതത്തില് ആ എക്സ്റേ പിടിച്ചെടുക്കുന്ന നേരം അത് കീറി വരെ പോകും. അന്നത്തെ ദിവസം തന്നെ അവൻ കൊണ്ടുവന്നിരുന്ന അവന്റെ ആയുധങ്ങളൊക്കെ ഇല്ലായിരുന്നോ, അതെല്ലാം കൂടെ ബാഗ് അടക്കം എടുത്ത് കൊണ്ടുചെന്ന് ഒരു കാട്ടിൽ കുഴിച്ചിടും. അത് കഴിഞ്ഞ് ആ വോങ്ങിന്റെ അമ്മയുടെ ചിതാഭസ്മം എടുത്ത് നേരെ ഗുരുവിനെ കാണാനായാണ് ചെല്ലുന്നത്. എന്നാൽ അവിടെ എത്തുമ്പോഴാണ് അങ്ങേര് പറയാ, അവസാനമായി നിന്റെ കയ്യിൽ ബാക്കിയുള്ളതെല്ലാം നീ ഈ പെട്ടിയിലേക്കിട്, ഇതൊന്നും ഇനി നിനക്ക് ആവശ്യമില്ല എന്നാണ് പറയാ. എന്നാൽ അവന്റെ കയ്യിൽ ഇനി അവസാനമുള്ളത് അവൻ മുത്തശ്ശിക്ക് അയച്ചിരുന്ന, എന്നാൽ മുത്തശ്ശി ഉപയോഗിക്കാതിരുന്ന 1 മില്യൺ പണമില്ലായിരുന്നോ, അത് മാത്രമാണ്. അതവൻ മുന്നിലേക്ക് വെക്കും. കൂടെ തന്നെ മുത്തശ്ശിയുടെ വാച്ച് കൂടെ വെക്കാനായി പറയുന്നേരം അവൻ പറയും, ഇതൊരിക്കലും എനിക്ക് വെക്കാനായി പറ്റില്ല, ഇതെനിക്ക് എൻ്റെ മുത്തശ്ശി തന്നതാ. ഗുരു പറയും, മനുഷ്യന്മാർക്ക് ഒരിക്കലും പെട്ടെന്ന് മാറാനായി പറ്റില്ല. നീ എന്തായാലും ഈ വാച്ച് ഇടുന്നില്ല എന്ന് പറഞ്ഞില്ലേ, നീ ഒരിക്കലും മാറിയിട്ടില്ല. അതുകൊണ്ട് നീ കാശും തിരിച്ചെടുത്തോ, നീ മാറുന്നേരം നമുക്കിതെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാം. എന്നാൽ വേറെ വഴിയില്ലാത്തതുകൊണ്ട് പാർക്ക് മനസ്സില്ലാ മനസ്സോടെ മുത്തശ്ശിയുടെ വാച്ച് ആ പെട്ടിയിലേക്ക് വെക്കും. അങ്ങനെ അവർ തന്നെ പാർക്കിനെ കൊണ്ട് അത് തീയിലിട്ട് കത്തിക്കും. പിറ്റേ ദിവസം ആ ധ്യാന കേന്ദ്രത്തിലേക്ക് പുതിയ 2 പേര് വരുന്നുണ്ട്, ഒരമ്മയും ഒരു മകനും. ആ സ്ത്രീയുടെ ഭർത്താവ് മരിച്ചുപോയി. ഇപ്പൊ കുറച്ച് സമാധാനത്തിനും ശാന്തിക്കും വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അവർക്ക് ഭക്ഷണമെല്ലാം വിളമ്പിക്കൊടുക്കുന്നത് നമ്മുടെ പാർക്കാണ്. പാർക്ക് ഇപ്പം നല്ലപോലെ മാറിപ്പോയി. അത് കഴിഞ്ഞാൽ വീണ്ടും ഗുരുവിന്റെ ക്ലാസ് ആണ്. ആ കുഞ്ഞിനോട് ഗുരു ചോദിക്കും, നീ മരിക്കുന്നേരം നിനക്ക് എവിടെയാണ് എത്തേണ്ടത്? എനിക്ക് സ്വർഗത്തിലെത്തണമെന്ന് അവൻ പറയും.
വീണ്ടും ചോദിക്കും, നീ ഭൂമിയിലെ മൃഗങ്ങളെയോ ജീവജാലങ്ങളെയോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉപദ്രവിച്ചിട്ടുണ്ടോ? അതിനവൻ പറയും, ഞാൻ ആരും ഉപദ്രവിച്ചിട്ടില്ല. ആട്ടെ, നിനക്ക് ഇഷ്ടപ്പെട്ട കറി ഏതാന്ന് ചോദിക്കുമ്പോൾ മീൻ കറി എന്നവൻ പറയും. അത് കേട്ട് അവരെല്ലാവരും ചിരിക്കും. എന്നാൽ പെട്ടെന്നാണ് പയ്യൻ കറുത്ത നിറത്തില് പാർക്ക് നേരത്തെ ഛർദ്ദിച്ച പോലെ തന്നെ ഛർദ്ദിക്കുന്നത്. ഗുരു അവന്റെ നേർക്ക് ചെന്ന് സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്താന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പാർക്ക് ഓടി വന്ന ആ കുഞ്ഞിനെ എടുത്തോണ്ട് ഹോസ്പിറ്റലിലേക്ക് ഓടുന്നത്. എന്നാൽ അവിടെ വെച്ച് ഗുരുവിന്റെ 4 പേര് വന്ന് പാർക്കിനോട് വഴക്കിടും. നീ എന്തിനാടാ ഗുരു സംസാരിക്കുന്നതിന് മുന്നേ ആ കുഞ്ഞിനെ എടുത്തോണ്ട് പോയേ? കൂടെ അവന്റെ മുഖത്തിട്ട് ഒരു അടി അടിക്കും. പാർക്ക് അങ്ങനെ പുറത്തേക്ക് ചെല്ലുമ്പോഴാണ് ആ ഡോക്ടർ ആ കുഞ്ഞിന്റെ എക്സ്റേ ആയി പോകുന്നത് കാണുക. എന്നാൽ അതേ എക്സ്റേ തന്നെയാണ് അങ്ങേര് പാർക്കിനെയും കാണിച്ചിരുന്നത്. എങ്ങനെയത് മനസ്സിലായെന്ന് വെച്ചാല് പാർക്ക് ആ എക്സ്റേ വലിച്ചെടുത്തപ്പോൾ അതൊന്ന് കീറിയിരുന്നല്ലോ, അതേ കീറൽ തന്നെ ഈ എക്സ്റേയിലും ഉണ്ട്. തൊട്ടു പിന്നാലെ ഒളിച്ചു ചെന്ന് നോക്കുമ്പോഴാണ് മനസ്സിലാവുക ആ കുഞ്ഞിനോട് ഡോക്ടർ പറയുന്നത് കുഞ്ഞിനിപ്പോൾ മാരകമായ ഒരു അസുഖം സംഭവിച്ചിട്ടുണ്ടെന്നാണ്. അതേ എക്സ്റേ വെച്ച് പാർക്കിനോട് നിനക്കൊരു കുഴപ്പമില്ല എന്നായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ ഇതേ എക്സ്റേ വെച്ച് കുഞ്ഞിന് വലിയൊരു പ്രശ്നം വന്നിരിക്കുന്നു എന്നാണ് അങ്ങേരിപ്പോൾ പറയുന്നത്. ഗുരു പറയും, അവന്റെ ഉള്ളിൽ എന്തോ ഒരു തിന്മയുണ്ട്, അത് നമുക്ക് ഇവിടെ വെച്ച് തന്നെ ഇല്ലാതെയാക്കാം. നിങ്ങൾ കുറച്ച് ദിവസം ഞങ്ങളുടെ കൂടെ ഇവിടെ നിന്നാൽ മാത്രം മതിയെന്നാണ് പറയാ. പാർക്ക് അപ്പം തന്നെ ആ ധ്യാനത്തില് ഗുരു താമസിക്കുന്ന വീട്ടിലേക്കാണ് ചെല്ലുക. അവിടെ ഉണ്ടായിരുന്ന ഡോറും കുത്തി തുറന്ന്, ആളൊരു വലിയ പിടികിട്ടാ പുള്ളിയാണല്ലോ, അതുകൊണ്ട് ഡോറ് തുറക്കുന്നതിലൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. അതങ്ങനെ തുറന്നകത്തേക്ക് കയറി ചെല്ലും. വീട് മുഴുവനും ചെക്ക് ചെയ്യുമ്പോഴാണ് താഴത്തേക്കൊരു അണ്ടർഗ്രൗണ്ടിന് വാതിൽ വെച്ചിരിക്കുന്ന കാണുക. അതിനടിയിൽ എന്തോന്നിരിപ്പുണ്ട്, അതെന്തായാലും ഉറപ്പാണ്. ഈ സമയമാണ് ഗുരുവിനെ കാണിക്കുന്നത്. അങ്ങേരും ഡോക്ടറും കൂടെ ആ പയ്യന്റെ തൊട്ടടുത്താണ് ഇരിക്കുന്നത്. അപ്പോഴാണ് ഗുരു പറയാ, ഈ പയ്യനൊരിക്കലും എഴുന്നേൽക്കാനായി പറ്റില്ല, എന്നാൽ മരിക്കാനും പറ്റില്ല. എന്നിട്ട് അവന്റെ കയ്യിൽ നിന്ന് എന്തോന്ന് ഇഞ്ചക്ട് ചെയ്ത് വെക്കുന്നതോ എടുക്കുന്നതോ കാണാം. ശരിക്കും ഇവിടെ എന്തോ ഒരു തട്ടിപ്പ് പരിപാടിയാണ് നടക്കുന്നത്. ഇങ്ങനെ ശരിക്കൊരു ഗുരുവാണോ എന്ന് പോലും അറിയില്ല. ഈ സമയം പാർക്ക് ആ അണ്ടർഗ്രൗണ്ടിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് അവിടെ മറ്റൊരു ലോകം തന്നെയുണ്ട്. മറ്റൊരു ലോകമെന്ന് വെച്ചാൽ ഗുരു പറയുന്നത് ഈ ലോകത്ത് നമുക്കൊന്നുമില്ല, നമ്മുടെ കൂടെ ഒന്നുമില്ല, അങ്ങനെയൊക്കെയല്ലേ. എന്നാൽ ഈ അണ്ടർഗ്രൗണ്ട് മുഴുവനും ആർഭാടങ്ങളാണ്. അങ്ങേർക്ക് പാട്ട് കേട്ടിരിക്കാനും TV കാണാനും എല്ലാത്തിനുള്ള സൗകര്യങ്ങളുണ്ട്. അങ്ങനെ അവിടെയെല്ലാം പാർക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഈ സമയം ആ കുഞ്ഞിന്റെ അമ്മയാണ് കാണുന്നത്. പാർക്കിന്റെ കയ്യിൽ നിന്ന് അവന്റെ മുത്തശ്ശിയുടെ വാച്ചും കാശും അതെല്ലാം കൂടെ കത്തിക്കാനായി കൊണ്ടുവന്നില്ലായിരുന്നോ, അതുപോലെ തന്നെ ആ സ്ത്രീയുടെ കയ്യിലുള്ളതെല്ലാം ആ പെട്ടിയിലേക്ക് വെക്കാനായി പറയാണ്. തന്റെ ക്രെഡിറ്റ് കാർഡും പേഴ്സും മനസ്സില്ലാ മനസ്സോടെ കല്യാണ മോതിരവും അതിലേക്ക് ഇട്ട് വെക്കുന്നുണ്ട്. താൻ എന്തിനാണ് ഇങ്ങനെയെല്ലാം ചെയ്യുന്നതെന്ന് അവരോട് ചോദിക്കുന്നുണ്ടെങ്കിലും അവർ പറയുന്നത് നിങ്ങളുടെ മകന്റെ അസുഖം മാറണേല് ഇതെല്ലാം ചെയ്തേ പറ്റൂ എന്നാണ്. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ ആ സ്ത്രീ ആ പെട്ടിയും തീയിലേക്ക് വെക്കും. എന്നാൽ ആ ഡോർ അടച്ചു കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത് ആ പെട്ടി തീയിൽ കത്തി അമരുന്നില്ല. അത് തൊട്ടു പിന്നിലെ ഒരു ബെൽറ്റിലൂടെ ഒരു ചേംബറിലേക്കാണ് എത്തിപ്പെടുന്നത്. ആ പെട്ടി താഴെ വീഴുന്ന ശബ്ദം ഇവിടെ പാർക്കിന് കേൾക്കാനായി പറ്റുന്നുണ്ട്. തൊട്ടടുത്തുണ്ടായിരുന്ന മുറിയിലേക്ക് ചെല്ലുമ്പോഴാണ് ആ പെട്ടി അവിടെ വീണിരിക്കുന്ന കാണുക. ഈ സംഭവങ്ങളെല്ലാം സംഭവിക്കുന്നത് ഇതിന്റെ തൊട്ടുമേലെ നിന്നാണ്. അവൻ ആ പെട്ടി തുറന്നു നോക്കി കാര്യങ്ങളെല്ലാം മനസ്സിലായി. അവിടെ വെച്ചിരുന്ന അവന്റെ പെട്ടിയും അവൻ തെരഞ്ഞു കണ്ടുപിടിക്കും. എന്നാൽ 1 മില്യൺ പണം അതിലില്ല. അവന്റെ മുത്തശ്ശിയുടെ വാച്ച് മാത്രം, അവന് കൊടുത്ത വാച്ച് മാത്രം അതിലുണ്ട്. ആ സ്ത്രീയുടെ പേഴ്സും പാസ്ബുക്കും മോതിരവും എല്ലാം കൂടി എടുത്ത് അവൻ പിറ്റേന്ന് രാവിലെ നടക്കുന്ന ധ്യാനത്തിലേക്കാണ് ചെല്ലുക. ആ നേരം പാർക്കിനെ അവർ ചെയ്ത പോലെ തന്നെ ആ സ്ത്രീയെയും ചെയ്തുകൊണ്ടിരിക്കുക, അടിച്ചോണ്ടിരിക്കുക. ആരെയും ഒന്നും മീറ്റ് ചെയ്യാതെ ആ സ്ത്രീയുടെ സാധനങ്ങളെല്ലാം അവരുടെ കയ്യിലേക്ക് തന്നെ ചെന്ന് കൊണ്ടുകൊടുത്ത് നിങ്ങൾ പെട്ടെന്ന് തന്നെ എഴുന്നേൽക്ക്, മകനെയും കൊണ്ട് വേഗത്തിൽ പോകാമെന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവർ അതിന് സമ്മതിക്കില്ലല്ലോ. അവരെല്ലാവരും കൂടെ പാർക്കിനെ പിടിച്ചു വെക്കും. ഗുരു ആ സ്ത്രീയുടെ കയ്യിലൊരു കത്തി എടുത്ത് ഇതുപോലെയുള്ള പൈശാചിക ശക്തികളെ നമുക്കില്ലാതെയാക്കിയേ പറ്റൂ, നീ പെട്ടെന്ന് തന്നെ അത് ചെയ്യുമെന്ന് പറഞ്ഞ് കൊല്ല് 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അത് കേട്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും കൊല്ല് കൊല്ല് കൊല്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ സ്ത്രീ അവസാനം സ്വന്തം കഴുത്ത് തന്നെ മുറിച്ചാണ് മരിക്കുന്നത്. എന്നാലും ഗുരുവിന് വലിയ കുഴപ്പമൊന്നുമില്ല. ആ കത്തിയെടുത്ത് പാർക്കിന്റെ വയറിന് ഒരൊറ്റ കുത്തു കൊടുക്കും. എന്നിട്ട് എല്ലാവരോടും പറയും അവൻ ജീവിച്ചു വരികയാണെങ്കിൽ തിരിച്ചൊന്നുകൂടെ വരട്ടെ, അപ്പം നമുക്ക് അവൻ ഒന്നുകൂടെ കാണിച്ചു കൊടുക്കാം. അങ്ങനെ അവരെല്ലാവരും കൂടെ ആ സ്ത്രീയുടെ ബോഡിയും അവനെയും കൂടെ ഒരു പെട്ടിയിലിട്ട് ആണിയടിക്കുക. എന്നാൽ ഈ നേരത്ത് ഗുരുവിന്റെ ക്ലാസ് വീണ്ടും തുടങ്ങി. അവരെല്ലാവരും പാട്ടെല്ലാം പാടി അങ്ങനെ ആസ്വദിക്കുകയാണ്. ഗുരുവിന്റെ ശിങ്കിടികളാണേല് ആ പെട്ടിയും കൊണ്ട് ഏതോ ഒരു കടവിലേക്കാണ് ചെല്ലുക. അങ്ങനെ അവിടെ വെച്ച് വലിയൊരു കുഴിയെടുത്ത് അവനെ അവിടെ കുഴിച്ചിടും. അവൻ തിരികെ വരട്ടെ എന്നുള്ള രീതിയിലാണ് കുഴിച്ചു വെക്കുന്നത് തന്നെ. പക്ഷെ ആണി അടിച്ചു വെച്ചതായതുകൊണ്ട് തന്നെ അവൻ തിരികെ വരും എന്നതിൽ വലിയ ഉറപ്പൊന്നുമില്ല. ഇവിടെ ഗുരുവാണേല് ഗുരുവിന്റെ അണ്ടർഗ്രൗണ്ടിൽ വന്ന് പാട്ടെല്ലാം കേട്ട് മദ്യെല്ലാം കഴിച്ചങ്ങനെ ആസ്വദിക്കുക. പിറ്റേന്ന് രാവിലെ പാർക്കിനെ കുഴിച്ചു വെച്ച സ്ഥലമില്ലായിരുന്നോ, അവിടെ നിന്ന് ആ പെട്ടിയും പൊളിച്ചോണ്ട് പാർക്ക് പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. അതിൽ പെട്ടപ്പം മുതൽ അതിന്റെ പലകയ്ക്കിട്ട് മുട്ടാനായി തുടങ്ങിയതാണ്. എന്നാൽ ഇപ്പോഴാണ് തുറന്നു വരുന്നത്. അവിടുന്ന് നേരെ ചെല്ലുന്നത് ഗുരു പറഞ്ഞിരുന്ന വോങ്ങിനെ അടക്കം ചെയ്തിരുന്ന സ്ഥലമില്ലായിരുന്നോ, അങ്ങോട്ടാണ്. അവിടെ ചെന്ന് ആ സ്ഥലം കുഴിച്ചു മാറ്റി ആ പെട്ടി തുറന്നു നോക്കുമ്പോഴാണ് മനസ്സിലാവുക അതിനകത്തൊരു ഫോട്ടോയും കുറച്ച് മുടിയും മാത്രമാണ് ഉള്ളത്. ആ ഫോട്ടോ എടുത്ത് നോക്കുമ്പോൾ അത് വോങ്ങിന്റെയും അവന്റെ അമ്മയുടെയും ഫോട്ടോയാണ്.
പാർക്കിന് എല്ലാ കാര്യങ്ങളും മനസ്സിലായി. ഇവിടെ ഗുരുവെന്ന് പറഞ്ഞു നടക്കുന്ന ഒരാളില്ലേ, അങ്ങേര് തന്നെയാണ് ശരിക്കും വോങ്. വോങ്ങാണ് ഇവിടേക്ക് വന്ന് ഗുരുവെന്ന് പറഞ്ഞ ആളുകളെ പറ്റിച്ച് നടക്കുന്നത്. വോങ് വിചാരിച്ചിരുന്ന് പാർക്ക് ആ കുഴിയിൽ നിന്ന് എഴുന്നേറ്റ് വന്നാലും അവൻ എന്ത് ചെയ്യാനാ, അവന്റെ കയ്യിൽ ആയുധങ്ങളൊന്നും ഇല്ലല്ലോ എന്നാണ്. എന്നാൽ പാർക്ക് ശരിക്കും ഇവിടെ കുറച്ച് ആയുധങ്ങൾ കുഴിച്ചു വെച്ചില്ലായിരുന്നോ, അതെല്ലാം പോയി ഇപ്പൊ കുഴിച്ചെടുക്കുകയാണ്. ഈ സമയം ഉദ്യാനത്തില് വോങ് അടുത്ത ആളുകളെ പറ്റിച്ചോണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പാർക്ക് ഉദ്യാനവും ലക്ഷ്യമാക്കി അങ്ങനെ വന്നോണ്ടിരിക്കുന്നത്. നേരെ മുന്നിലെത്തുമ്പോൾ തന്നെ ഇന്നലെ പാർക്കിനെ പെട്ടിയിലാക്കാനായി സഹായിച്ചിരുന്നൊരു ലേഡി അവിടെ അടിച്ചു വരിക്കൊണ്ടിരിക്കുകയാണ്. അവൾ നോക്കുമ്പോൾ പിന്നെ ഒന്നുമില്ല, ഒരൊറ്റ ഷോട്ടാണ്, അവൾ മരിച്ചു വീഴും. അങ്ങനെ നേരെ ചെല്ലുന്ന വോങ്ങിന്റെ ക്ലാസ്സിലേക്കാ. പാർക്കിനെ കാണുമ്പോൾ എല്ലാവരും ഒന്ന് ഞെട്ടിത്തരിച്ചങ്ങനെ നിൽക്കും. എന്നാൽ അവൻ ഗണ്ണെടുത്ത് വോങ്ങിന്റെ ഒരു ഒറ്റ ഷോട്ടാണ്. എന്നാൽ ബുള്ളറ്റ് പോവില്ല, ബുള്ളറ്റ് ജാമായി. അത് കാണുന്ന ഒരു ശിഷ്യൻ ഓടി വരുമ്പോഴേക്ക് പാർക്ക് അവനിട്ട് ഒരൊറ്റ ഷോട്ടാ, അവൻ താഴെ വീണു. വോങ് മെല്ലെ എഴുന്നേറ്റ് അവന്റെ മനസ്സ് മാറ്റാനായി നടന്നു വരുന്ന നേരം പാർക്ക് വീണ്ടും ഒരൊറ്റ ഷോട്ട് കൊടുക്കും. അവന്റെ ഷോൾഡറിലാണ് കയറുക, താഴെ വീഴും. എന്നാലും കഞ്ചാവ് സോമനെ പോലെ ഒന്നും പറ്റാത്ത പോലെ മെല്ലെ എഴുന്നേറ്റിരിക്കും. അത് കാണുന്ന എല്ലാ ശിഷ്യന്മാരും തിരിഞ്ഞു നിൽക്കും. പാർക്ക് എല്ലാവർക്കും വോങ്ങിന്റെ ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുത്ത് പറയും, ഇവനാണ് വോങ്, പിടികിട്ട പുള്ളിയാണ്. 50ഓളം വെടിവെപ്പുകൾ നടത്തി 5 പോലീസുകാരെ കൊന്നു. അതിനും മേലെ ക്രൈമുകൾ ചെയ്തിട്ടുണ്ട്, അതൊന്നും ലിസ്റ്റ് ചെയ്യാനായി പറ്റിയിട്ടില്ല. അതിന് പാർക്ക് പറയും, പല പല ദുരന്തങ്ങൾ സംഭവിക്കുമ്പോഴും നിരപരാധികൾ മരിക്കുന്നുണ്ട്, അതുപോലെ ഇവരും കുറച്ചുപേര് മരിച്ചു, അതിനിപ്പോ എന്താ. പാർക്ക് പറയും, ചാവാൻ നേരത്തെ നിന്റെ ഈ കൊണയടികൾ കേൾക്കുമ്പോൾ എന്തോ രസം. എന്തായാലും ഞാൻ നിന്നെ 9 ഷൂട്ട് ചെയ്യും, അതിൽ 9 എണ്ണത്തിലും എൻ്റെ ബുള്ളറ്റ് ജാമായാൽ നിനക്ക് രക്ഷപ്പെടാം. അങ്ങനെ ആദ്യത്തെ ബുള്ളറ്റ് ഷൂട്ട് ചെയ്യും, ബുള്ളറ്റ് ജാമായി. അടുത്തത് ഷൂട്ട് ചെയ്യും, അതും ജാമായി, കുഴപ്പമില്ല. മൂന്നാമത് ഷൂട്ട് ചെയ്യുമ്പോൾ അത് പൊട്ടി അവൻ്റെ നെറ്റിയിൽ കയറും. അങ്ങനെ അവൻ മരിച്ചു വീണു. കാര്യങ്ങളൊക്കെ ഓക്കെ ആയില്ലേ. അങ്ങനെ പാർക്ക് അവിടെ നിന്ന് മെല്ലെ ഇറങ്ങി തിരിച്ചു പോരുക. എന്നാൽ ഈ സമയത്ത് അകത്ത് വീണ്ടും പാട്ടുകളെല്ലാം എല്ലാവരും പാടിക്കൊണ്ടിരിക്കുക. ആർക്കും ഒരു കുഴപ്പമില്ല. ഒരാൾ മരിച്ചാലും അവരവരുടെ പരിപാടി വീണ്ടും തുടങ്ങാണ്. എന്നാൽ ഇന്തമാതിരി വിഷങ്ങൾ ജീവിച്ചിരിക്കുന്നത് ഒന്നിനും നല്ലതിനല്ല എന്ന് പാർക്കിനറിയാം. അതുകൊണ്ട് നേരെ അങ്ങോട്ട് തന്നെ ചെല്ലും. അതിൽ ഗിറ്റാർ വായിക്കുന്ന ഒരു പെണ്ണിനെ കണ്ടില്ലേ, അവള് ശരിക്ക് ആ ഗുരുവിന്റെ വോങ്ങിന്റെ കൂടെ ജീവിക്കുന്ന പെണ്ണാണ്. അങ്ങേര് പല പല കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും അങ്ങേർക്ക് ഇതൊക്കെ തന്നെയാണ് പരിപാടി. പാർക്ക് മേലേക്ക് ഗണ്ണ് പൊട്ടിച്ച് പറയും, ഒരൊറ്റ മിനിറ്റ് തരാം, ഇവിടുന്ന് രക്ഷപ്പെടേണ്ടവർക്ക് രക്ഷപ്പെടാം, അല്ലാത്തവരെയൊക്കെ ഞാൻ കൊന്നുകളയുമെന്ന്. അത് കേൾക്കുമ്പോൾ തന്നെ കുറച്ച് പേര് ഓടി രക്ഷപ്പെടും. എന്നാലും ബാക്കിയുള്ളവർ പാട്ടുപാടി അങ്ങനെ ഇരിക്കുക. സമയമെല്ലാം എണ്ണിത്തീരുമ്പോൾ ഒരു പുഞ്ചിരിയോടെ പാർക്ക് ഗണ്ണിൽ ബുള്ളറ്റ് ലോഡ് ചെയ്ത് ഓരോന്നിനെ ഷൂട്ട് ചെയ്യാനായി തുടങ്ങും. എന്നാൽ ബുള്ളറ്റ് ജാമാകുമ്പോൾ അവരോട് പൊക്കോളാൻ പറയും. പോകേണ്ടവർ ഓടിപ്പോകും, എന്നാൽ പോകാത്തവരെ അപ്പം തന്നെ ഷൂട്ട് ചെയ്ത് കൊന്നുകളയും. അങ്ങനെ ഓരോരുത്തരെ ഷൂട്ട് ചെയ്ത് ഗണ്ണ് വീണ്ടും റീലോഡ് ചെയ്ത് അങ്ങനെ റെസ്റ്റൊക്കെ എടുത്താണ് എല്ലാവരെയും കൊന്നുകളയുക. സ്റ്റേജിൽ ഉള്ളവരെയൊക്കെ ടപ്പ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നത്. അവസാനം ആ പെണ്ണിനെയും ഷൂട്ട് ചെയ്ത് കൊല്ലും. ഉള്ളിലെ ദേഷ്യം തീരാനായി വോങ്ങിന്റെ ഫോട്ടോക്കും കുറച്ച് ഷോട്ടും കൊടുക്കും. അങ്ങനെ എല്ലാം കഴിഞ്ഞാണ് പുറത്തേക്ക് ഇറങ്ങി വരിക. തിരിച്ച് കപ്പലിൽ വരുമ്പോൾ ഒരൊറ്റ പെൺകുട്ടി മാത്രമാണ് അവിടെ ഇരിക്കുന്നത്. അവളുടെ അടുത്ത് ചെന്ന് ചോദിക്കാതെയും പറയാതെയും അവളുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങും. നേരെ കോൾ ചെയ്യുന്നത് നമ്മുടെ പോലീസുകാരനില്ലേ, പാർക്ക് ഒരു കണ്ണില്ലാതെയാക്കിയ പോലീസുകാരൻ, അങ്ങേരെയാണ്. പിന്നെ നമ്മൾ കാണുന്നത് പാർക്കിന്റെ കപ്പലിന്റെ ഡോറ് തുറന്നു വരുന്ന നേരം പോലീസുകാരെല്ലാവരും പടപടയായി അവനെ അങ്ങനെ കാത്തു നിൽക്കുന്നതാണ്. എന്നാൽ പാർക്ക് ആ പെൺകുട്ടിയുടെ തലയിൽ ഗണ്ണ് വെച്ച് അങ്ങനെ നിൽക്കുക. പോലീസുകാർക്കൊന്നും ചെയ്യാനായി പറ്റില്ലല്ലോ. പത്രക്കാര്, ന്യൂസ് ചാനൽസ് അവരെല്ലാവരും അങ്ങനെ കാത്തിരിക്കുകയാണ്. പാർക്ക് എല്ലാവരും അറിയിച്ചുകൊണ്ടാണ് ഇപ്പം ഇങ്ങോട്ട് വന്നിരിക്കുന്നത് തന്നെ. എന്നാൽ ഒരൊറ്റ പ്രശ്നം പോലും ഉണ്ടാക്കാനല്ല അവൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അവൻ ആ പോലീസുകാരനോട് തൊട്ടടുത്തേക്ക് വരാൻ പറഞ്ഞ് ആ പെൺകുട്ടിയെ കയ്യിൽ നിന്ന് മാറ്റി നിർത്തും. എന്നിട്ട് കൈ വെച്ചു കൊടുക്കും വിലങ്ങണിയിക്കാൻ. പോലീസുകാരൻ ചെറിയൊരു പുഞ്ചിരിയോടെ അവന്റെ കയ്യിൽ വിലങ്ങ് വെക്കും. പോലീസുകാരി കയറാൻ നേരം എല്ലാവരോടും വിളിച്ചു പറയും, എൻ്റെ പേര് പാർക്ക് കുയിലിൻ, എൻ്റെ പേര് പാർക്ക് കുയിലിൻ, അങ്ങനെ വിളിച്ച് ആഹ്ലാദിക്കുകയാണ്. അങ്ങനെ ഈ ഒരു കാര്യം വലിയ ന്യൂസായി. പാർക്ക് രക്ഷപ്പെടുത്തിയിരുന്ന ആ പെൺകുട്ടിയില്ലായിരുന്നോ, അവൾ ഈ ന്യൂസ് എല്ലാം കാണുന്നുണ്ട്. പിന്നെ കാണുന്നത് പാർക്ക് ജയിലിൽ നിൽക്കുന്ന നേരം അവനെ കാണാനായാരോ വന്നിരിക്കുന്നതാണ്. ചെന്നോക്കുമ്പോഴാണ് മനസ്സിലാവുക, അവന്റെ അമ്മൂമ്മയെ നോക്കിയിരുന്ന ഡോക്ടർ ഇല്ലായിരുന്നോ, ആ ഡോക്ടറാണ്. ഇപ്പൊ മുടിയെല്ലാം വെട്ടിയാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഇപ്പോഴാണ് വലിയൊരു സത്യം മനസ്സിലാക്കുന്നത്. ശരിക്കും പാർക്കിന് ക്യാൻസർ ഇല്ലായിരുന്നോ, ലങ് ക്യാൻസർ ഇല്ലായിരുന്നോ, അത് ഈ ഡോക്ടർക്കായിരുന്നു ഉണ്ടായിരുന്നത്. പാർക്ക് ഈ ജയിലിലേക്ക് വന്നപ്പോൾ അവന്റെ മെഡിക്കൽ ചെക്കപ്പ് ചെയ്തിരുന്നു. അതിലവന് ലങ് ക്യാൻസർ ഇല്ലെന്ന് അവൻ അപ്പോഴാണ് മനസ്സിലാക്കിയത്. അന്ന് പാർക്കിന് ഈ ഡോക്ടർ ഒരു എക്സ്റേ കാണിച്ചു കൊടുത്തില്ലായിരുന്നോ, ആ എക്സ്റേ ശരിക്ക് ഈ ഡോക്ടറുടേത് തന്നെയായിരുന്നു. നിങ്ങൾ എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമ്പോഴാണ് മനസ്സിലാവുക, തനിക്ക് ക്യാൻസർ വന്നപ്പോൾ 6 മാസം കൂടിയേ ജീവിച്ചിരിക്കുമെന്ന് ഡോക്ടർമാരെല്ലാവരും പറഞ്ഞു. അതുകൊണ്ട് തന്നെ അപ്പോഴാണ് അവർ ചിന്തിച്ചത്, ഇത്രയും കാലം ഞാൻ ജീവിച്ചിരുന്നിട്ട് ഞാൻ എന്ത് നന്മയാണ് ചെയ്തത്, പല പല കുറ്റവാളികളെയും സഹായിച്ചു. ശരിക്കും ഞാൻ ജനങ്ങളെ സഹായിക്കായിരുന്നോ അല്ലെങ്കിൽ ഉപദ്രവിക്കായിരുന്നോ? അതുകൊണ്ട് ഒരുത്തനെയെങ്കിലും നന്നാക്കി എടുക്കാമെന്ന് വിചാരിച്ചാണ് പാർക്കിനോട് തനിക്ക് ക്യാൻസർ ആണെന്ന് പറഞ്ഞ്. അത് കേൾക്കുമ്പോഴെങ്കിലും അവൻ പോലീസിന് പിടികൊടുത്ത് മാന്യമായി ഇനി മുതൽ അങ്ങോട്ട് ജീവിക്കുമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷെ അവൻ കൊടും കുറ്റവാളികളായ 2 പേരെ കൊല്ലാനായി ഉപയോഗിച്ചു. പക്ഷെ ഇതിങ്ങനെ നടക്കുമെന്ന് ഡോക്ടർ ഒരിക്കലും ചിന്തിച്ചില്ല. ഇതിങ്ങനെയാണ് അവസാനിക്കാന്ന് ഒരിക്കലും ചിന്തിക്കുക പോലും ചെയ്തില്ല. എന്നാൽ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് കിടക്കുന്നതെങ്കിലും ഡോക്ടർ പാർക്ക് ഒന്നും പറയില്ല. എനിക്കിതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ എന്നാണ് പറയാ. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോയി. പാർക്കിന് ഇപ്പോൾ വധശിക്ഷയാണ് ലഭിച്ചിരിക്കുന്നത്. വധിക്കാനായുള്ള ദിവസം വന്നെത്തിയപ്പോൾ പാർക്കിനെ കാണാനായി ഒരാളങ്ങോട്ട് വന്നെത്തിയിട്ടുണ്ട്. അതാരാന്ന് വെച്ചാ പാർക്ക് രക്ഷിച്ചിരുന്ന പെൺകുട്ടിയില്ലായിരുന്നോ, അവളാണ്. അവൾക്ക് അവസാനമായി പാർക്കിനെ ഒന്നുകൂടെ കാണണം.
മാത്രമല്ല അവന് ഷേവ് ചെയ്ത് കൊടുക്കുകയും വേണം. അങ്ങനെ അവൾ ഷേവ് ചെയ്ത് കൊടുക്കുമ്പോൾ പാർക്കിന് വിഷമം സഹിക്കാനേ പറ്റില്ല. അതുപോലെ തന്നെയാണ് അവൾക്കും സങ്കടം സഹിക്കാനേ പറ്റില്ല. പാർക്ക് അങ്ങനെ കരയാ. എല്ലാം കഴിഞ്ഞ് പാർക്ക് അവൾക്കൊരു ഗിഫ്റ്റായി അവന്റെ മുത്തശ്ശിയുടെ വാച്ചിലായിരുന്നോ അവന് കൊടുത്തിരുന്ന ആ വാച്ചാണ് കൊടുക്കുന്നത്. അതൊരിക്കലും നശിച്ചു പോകരുതെന്ന് അവന് വലിയ നിർബന്ധമായിരുന്നു. അതുകൊണ്ടാണ് അവൻ അങ്ങനെ ചെയ്തത്. അവളും പാർക്കിന് ഒരു കോട്ട് ഗിഫ്റ്റായി കൊടുക്കും. ആ കോട്ടില് ഒരു പന്നിയുടെ ചിത്രം കാണാം. അതെന്താന്ന് മനസ്സിലായില്ല. എന്തായാലും വധശിക്ഷക്ക് കൊണ്ടുപോകുമ്പോൾ പാർക്ക് ആ കോട്ടാണ് ധരിക്കുക. അവിടെ വെച്ച് അവർ ചോദിക്കും, നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? കൂട്ടുകാരോട്, സമൂഹത്തോട്, ആരോടെങ്കിലും? കൂട്ടുകാരോടും സമൂഹത്തോടും എല്ലാവരോടും സോറി, മാപ്പ് എന്നാണ് അവൻ പറയാ. അങ്ങനെ അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം കൂടെ കഴിച്ചു കഴിയുമ്പോൾ വേദന അറിയാതിരിക്കാനായി സഡേഷൻ വേണോന്ന് ചോദിക്കും. എന്നാൽ അതൊന്നും വേണ്ടെന്നാണ് അവൻ പറയാ. മരിച്ചു കഴിയുമ്പോഴെങ്കിലും ഒരു നല്ല മനുഷ്യനായി തന്റെ മുത്തശ്ശിയുടെ അടുത്തേക്ക് പോകണമെന്നാണ് അവന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. പോലീസുകാർ അവനെ പിടിച്ച് തൊട്ടടുത്തുണ്ടായിരുന്ന ബെഡിൽ കമഴ്ത്തി കിടത്തും. അങ്ങനെ അവന്റെ പുറം ഭാഗത്താണ് ഷൂട്ട് ചെയ്യാനായി വരുന്നത്. അതെന്താ അങ്ങനെയെന്നറിയില്ല. അങ്ങനെ ആ മരണത്തിനായി കാത്തിരിക്കുന്ന പാർക്കിനെ കാണിച്ചുകൊണ്ട് വലിയൊരു വെടിവെച്ച് കേൾപ്പിച്ചുകൊണ്ട് ദ പിഗ്, ദ സ്നേക്ക് ആൻഡ് ദ പീജിയൻ എന്ന സിനിമ അവസാനിക്കുന്നു. സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത്. പാർക്കിനെയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും പാർക്കിനെ കുറിച്ച് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. എല്ലാവരും എങ്ങനെയാണ് പാർക്കിനെ കാണുന്നതെന്ന് ഒന്നറിയാലോ. നമ്മൾ ഇന്ന് കണ്ട സിനിമ ഇഷ്ടപ്പെട്ടവര് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മറക്കാതെ ഒന്ന് കമന്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് മറക്കാതെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. എന്നാൽ പിന്നെ ഇതുപോലെ നല്ലൊരു സിനിമയായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ബൈ ബൈ. ഫിലിം ക്രോണിക്കിൾ.